السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, തഖ്വ കൈവിടാതെ ജീവിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് പരിശുദ്ധ റമദാനിന്റെ ഈ പുണ്യമേറിയ വേളയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഈ ക്യാമ്പിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി നേരത്തെ നിശ്ചയിച്ചിരുന്ന വിഷയം ഉസൂലുസ് സലഫിയ്യ, സലഫിയ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നതായിരുന്നു. പക്ഷെ സാന്ദർഭികമായി വേറെ ഒരു വിഷയമാണ് ഞാനിപ്പോൾ സംസാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചില കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അടുത്ത കാലത്തായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഖുറാഫികളല്ലാത്ത മറ്റെല്ലാ ആളുകളും പൊതുവെ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. സുന്നത്തിനെ സ്നേഹിക്കുന്ന, സലഫിയത്തിനെ സ്നേഹിക്കുന്ന ഏതൊരാളും അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സലഫിയത്തിനോടുള്ള ആഭിമുഖ്യം അത് കണ്ടറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഷെയ്ഖ് അൽബാനിയോട് ഒരു മതിപ്പ് ഉണ്ടായിക്കൂടാ, ആ മതിപ്പ് തകർത്തേ പറ്റൂ എന്ന രീതിയിൽ ചില ആളുകൾ ബോധപൂർവം ചില കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില വിശദീകരണങ്ങൾ ഷെയ്ഖ് അൽബാനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സലഫികൾക്ക് നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഷെയ്ഖ് അൽബാനിയും സൗദി ഉലമാക്കളും എന്ന പേരിൽ ഒരു ചെറിയ വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുടെ ആകത്തുക, ഷെയ്ഖ് അൽബാനി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സലഫിയല്ല, അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് സലഫിയാണ്, സലഫിയത്തിൽ വഴിഞ്ഞു കയറി വന്ന ആളാണ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ സലാം സുല്ലമി, കരിമ്പിലാക്കൽ പോലത്തെ, പക്ഷെ കുറച്ചധികം ഇൽമുണ്ട് എന്ന് മാത്രം. സലാം സുല്ലമിക്ക് 10 കിലോ ഇൽമാണെങ്കിൽ ഇദ്ദേഹത്തിന് 10,000 കിലോ ഇൽമ കൂട്ടിക്കോ നിങ്ങൾ, പക്ഷെ റൂട്ട് രണ്ടും തന്നെയാണ്. അങ്ങനെ വളരെ താറടിച്ച് തേജോവധം ചെയ്യുന്ന ശൈലിയിലാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. എത്രയോ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ വളരെ വില കുറഞ്ഞ ആളുകൾ നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചത്, അവർ ഒരു സഹാബിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പ്രചരിപ്പിച്ചത് പച്ച മുനാഫിക്കായിരുന്നു. പക്ഷെ ആ തുടങ്ങി വെച്ചവൻ മുനാഫിക്കായിരുന്നെങ്കിലും സഹാബികളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ അത് സംസാരിക്കുകയും അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നാം വായിക്കുന്നു. അപ്പൊ ഒരാളെ സംബന്ധിച്ച് അപകീർത്തി പരത്താൻ എത്ര വില കുറഞ്ഞ ആൾ ശ്രമിച്ചാലും കുറച്ചൊക്കെ സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഏത് ആൾക്കും കയറിയിട്ട് സ്റ്റേജ് കിട്ടാത്ത, ആളെ മുമ്പിൽ കിട്ടാത്ത ആളുകൾക്കൊക്കെ സ്റ്റേജും ആളും ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രസംഗിച്ച് അങ്ങനെ വിട്ടുകൊടുത്ത് അതിനെക്കുറിച്ച് നിരൂപണം കേട്ട് വീണ്ടും നിങ്ങൾ ഇമാമായി അങ്ങനെയൊക്കെ ആകാവുന്ന ഒരു കോലമാണ്
യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ദുർവിയോഗം ചെയ്തുകൊണ്ട് മഹാനായ ഒരു പണ്ഡിതനെ കുറിച്ച് അപകീർത്തി വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടത് ഓരോ സലഫിയുടെയും കടമയാണ് എന്ന് വിശ്വസിക്കുന്നവളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ സാലിഹ് ഉസൈമീൻ, അതുപോലെയുള്ള ലജ്ന ദായിമയിലുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ഒറിജിനൽ സലഫികളും ഒറിജിനൽ റൂട്ടിൽ വന്നവരുമാണ്. അവരാരും അംഗീകരിക്കാത്ത, അവരാരും പഠിപ്പിക്കാത്ത ഒരു സലഫിയത്താണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പ്രചരിപ്പിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സലഫിയത്താണ് എന്നാണ്. എന്ന് മാത്രമല്ല, ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട അലി ഹസൻ അബ്ദുൽ ഹമീദിനെ സംബന്ധിച്ച്, ഹലബിയെ സംബന്ധിച്ച് ലജ്ന ദായിമ ഫത്വ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ വായിക്കരുത് എന്ന് ലജ്ന ദായിമ ഫത്വക്ക് വേണ്ടിയുള്ള പെർമനന്റ് കമ്മിറ്റി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൽ ഈമാനിൽപ്പെട്ടതല്ല എന്ന മുർജിയാക്കളുടെ വാദമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ വാദം അൽബാനിക്കുമുണ്ട്. പക്ഷേ അൽബാനി മരിച്ച ആളായതുകൊണ്ട് തൽക്കാലം വെറുതെ വിട്ടതാണ്. യഥാർത്ഥത്തിൽ ഹലബിക്കും അൽബാനിക്കും ഒരേ വാദം തന്നെയാണുള്ളത് എന്നാണ് ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, താൻ അവലംബിക്കുന്നത് ഹനബിയുടെ പുസ്തകത്തിലെ തെറ്റുകൾ ലജ്ന ദായിമക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്കൊക്കെ സൗദി അറേബ്യയിലുള്ള വ്യതിയാനങ്ങളെ നുള്ളിപ്പെറുക്കി ബോധ്യപ്പെടുത്തുന്ന മഹാപണ്ഡിതന്റെ ശിഷ്യനാണ് താൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യുന്നത്, പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ പറയുന്നത് സുബൈർ മങ്കടയും അദ്ദേഹത്തിന്റെ ആളുകളും സക്കരിയ സലാഹിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ ആളുകളും ഒരു അൽബാനി മദ്ഹബാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 5ാം മദ്ഹബ് പോലെ. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് 4 മദ്ഹബ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് 5ാം മദ്ഹബായിട്ട് അൽബാനി മദ്ഹബിനെ ഇവിടെ ചില ആളുകൾ വാശിയോടെ പ്രചരിപ്പിക്കുകയാണ്. ഷെയ്ഖ് അൽബാനിയെ തഖ്ലീദ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടെ വളർന്നു വരുന്നത്. അത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഷെയ്ഖ് അൽബാനിയെ സംബന്ധിച്ച് സൗദി ഉലമാക്കളുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് അൽബാനിയും ഷെയ്ഖ് റബീഉം ഒക്കെ ഒരു ഫോക്കസാണ് എന്നും ആ ഫോക്കസിനെ സൂക്ഷിക്കണമെന്ന് ഇബ്നു ഉസൈമീൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തികച്ചും വാസ്തവ വിരുദ്ധമായ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പ്രത്യേക ഉദ്ദേശത്തോടെ ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന കള്ളപ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത്. ഷെയ്ഖ് അൽബാനിയോടുള്ള അസൂയ, ഷെയ്ഖ് അൽബാനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത, അദ്ദേഹം ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെയോ സംഘടനയുടെയോ ഗവൺമെന്റിന്റെയോ ഒന്നും പിന്തുണയില്ലാതെ ഹക്ക് സ്വന്തമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും അതുല്യനായ ഒരു പണ്ഡിതനായിട്ടാണ് പണ്ഡിത ലോകം അദ്ദേഹത്തെ കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ഇന്ന് ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെടുന്ന അറബി ഗ്രന്ഥങ്ങളിലൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചാൽ അടിക്കുറിപ്പിൽ സഹഹുൽ അൽബാനി, ലഅഹുൽ അൽബാനി ഫീ കിതാബി കദാ, ഇന്ന പുസ്തകത്തിൽ അൽബാനി ഇത് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പുസ്തകത്തിന്റെ വൈജ്ഞാനിക മൂല്യത്തെ ഉയർത്തുന്ന സംഗതിയായിട്ടാണ് തുല്ലാബുൽ ഇൽമ്, മതവിദ്യാർത്ഥികൾ കാണുന്നത്. പുസ്തകം എടുത്തു നോക്കിയിട്ട് ഹദീസിന്റെ തഖ്രീജ് ഉണ്ടോ, ഷെയ്ഖ് അൽബാനിയുടെ തഖ്രീജിനെ അവലംബിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് പലപ്പോഴും തുല്ലാബുൽ ഇൽമ് പുസ്തകങ്ങൾ പോലും വാങ്ങുന്നത്. ഇന്ന് മക്കയിലും മദീനയിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്കറിയാം, മസ്ജിദുൽ ഹറാമിലെ മിമ്പറിൽ നിന്ന്, മസ്ജിദുൽ നബവിയിലെ മിമ്പറിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഖതീബുമാർ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സഹഹുൽ അൽബാനി, ലഅഫഹുൽ അൽബാനി എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത്രമാത്രം ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചത് പല ആളുകൾക്കും സഹിക്കുന്നില്ല. അതിൽ അസൂയയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു ഒരു കുപ്രചരണത്തിന്റെ പിന്നിൽ ഉള്ള ഒരു കാര്യം. പിന്നെ ഈ പ്രചരണം തുടങ്ങി വെച്ചത് തക്ഫീരികൾ എന്ന് ഇന്ന് ആധുനിക പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് നിലവിലുള്ള മുസ്ലിം ഭരണാധികാരികൾ അവർ ശരീഅത്ത് പൂർണ്ണമായും നടപ്പിലാക്കുന്നില്ല, ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നില്ല എന്നതുകൊണ്ട് അവരൊക്കെ കാഫിറും മുശ്രിക്കുമാണ്, അതുകൊണ്ട് അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കൽ ജായിസാണ്
അവരെ അംഗീകരിച്ചു കൊടുക്കുന്ന സമൂഹവും കാഫിറാണ് എന്ന് പറയുന്ന ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിൽ പലരെയും കാഫിറാക്കുന്ന തക്ഫീരി സമ്പ്രദായമുള്ള ജമാഅത്ത് തക്ഫീർ സംഘം എന്ന് പറയുന്ന ഒരു സംഘം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരിൽ വളരെയേറെ തന്റെ പേന കൊണ്ടും നാവുകൊണ്ടും പ്രതികരിച്ച ഒരു മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഏതെങ്കിലും ഭരണാധികാരികളുടെ സപ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ അവരാരുടെയും പിന്തുണ കൊണ്ടോ അല്ല അത് ചെയ്തത്. സലഫുകളുടെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? എപ്പോഴാണ് ഒരു ഭരണാധികാരിക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കൽ ജാതി തീരുക? ഇന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിവിപ്ലവങ്ങളെയൊക്കെ ജിഹാദ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? ചാവേർ സ്ഫോടനങ്ങള്, അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ നടത്തുന്ന കാർ ബോംബ് ആക്രമണങ്ങള്, ഇങ്ങനെയുള്ള ആത്മഹത്യാ നീക്കങ്ങള്, ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ലെന്നും ഇതൊന്നും ജിഹാദ് അല്ലെന്നും ഇതെല്ലാം ഈ തക്ഫീരികൾ ഉണ്ടാക്കുന്നതാണെന്നും വളരെ ശക്തിയായി വാദിച്ച, അതിനുവേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. എന്ന് പറഞ്ഞ തക്ഫീരികളുടെ കണ്ണിലെ കരടാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. സ്വാഭാവികമായും അദ്ദേഹത്തിനെ ഒന്ന് അപകീർത്തിപ്പെടുത്തൽ അവരുടെ ഒരാവശ്യമായിരുന്നു. ഷെയ്ഖ് അൽബാനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരവും അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടും കൂടി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അബ്ദുൽ ലത്തീഫ് ബാഷമീലിനെ പോലുള്ള ആളുകൾ ഈ കുഫ്രജനങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത്. ഹദ്ദാദികൾ എന്ന് പറഞ്ഞ ഒരു പുതിയ വിഭാഗത്തെ കുറിച്ച് ഇപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. അതായത് വലിയ വലിയ മുതിർന്ന പണ്ഡിതന്മാർ, മുസ്ലിം ഉമ്മത്തിൽ വലിയ അംഗീകാരമുള്ള പണ്ഡിതന്മാർ അവരുടെ ന്യൂനതകൾ പരതി കണ്ടെത്തി അത് സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ട് അവരൊന്നും ശരിയില്ല എന്ന് വരുത്തി തീർക്കുക. പിന്നെ ആരാ ശരിയുള്ളത്? എന്നെപ്പോലത്തെ ഞാനൊക്കെ എന്ന് പറയുന്നവൻ അവനിലേക്ക് ചൂണ്ടുന്ന അവസ്ഥയാണ്. അവരാണ് വലിയ മുജ്തഹിദുകൾ. ഷെയ്ഖ് ഇബ്രാഹിം അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഒരുപാട് ഇസ്ലാമിക സമൂഹത്തിന് സേവനം ചെയ്ത, ഹദീസുകൾക്ക് സേവനം ചെയ്ത വ്യക്തിയാണ്. ഷെയ്ഖ് അൽബാനി ഒരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനത്തെ ഒരാളെ പിന്നീട് ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? അത്ര മഹാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ അബൂ സഖറിയ യഹ്യ ഇബ്നു ശറഫ് നബവി ശറഹ് മുസ്ലിം എഴുതിയ ഇമാം നബവിയുടെ ഇമാം മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമിന് സഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയിട്ടുള്ള വ്യക്തി. ഇവരിലൊക്കെ ചില വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്ക് മനുഷ്യരാണ്, അവരുടെ കാലഘട്ടത്തിന്റെ സ്വാധീനം അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ കടലിൽ ഒരു ചെറിയ കായം കളിച്ചതുപോലെയുള്ളൂ. അതുകൊണ്ട് അത് എടുത്തു പറയേണ്ട, പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. അവരെ സേവനം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ് വലിയ പണ്ഡിതന്മാരുടെ നിലപാട്. എന്നാൽ ഫത്ഹുൽ ബാരി വരെ ചുട്ടുകളയണം, ശറഹ് മുസ്ലിം കത്തിച്ചു കളയണം എന്നൊക്കെ വാദിച്ചുകൊണ്ട് അബ്ദുൽ അസ്ഖലാനിക്കെതിരും ഇമാം നവവിക്കെതിരിലും ഒക്കെ പടനയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് ഹദ്ദാദികൾ എന്ന് പറയുന്നത്. മഹ്മൂദുൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഈജിപ്തുകാരനാണ് ഈ കാലഘട്ടത്തിൽ ഇതിന് ആദ്യമായി തുടക്കം കുറിച്ച ആളെന്ന നിലക്കാണ് അയാളിലേക്ക് ചേർത്തിക്കൊണ്ട് ഹദ്ദാദിയത്ത് എന്ന് പറയുന്നത്. ആ സ്വഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ളവർക്കും ഉള്ളത് എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഞാനെന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ട് കാണും, വൃത്യാശറയും ചില കുപ്പജനങ്ങളും എന്ന ക്ലാസ്സിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയോടും സലഫി ഉലമാക്കളോടും നമുക്കുള്ള നിലപാടെന്താണ് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. നമ്മളൊരിക്കലും അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളും 100% ശരിയാണെന്നും ഒരബദ്ധവും പറ്റാത്ത ആളാണ് അദ്ദേഹമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതേസമയം അദ്ദേഹം മഅസൂമല്ല എങ്കിലും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യം നമുക്കില്ല. അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ആവശ്യപ്പെട്ടിട്ടില്ല. തഖ്ലീദിനെതിരിൽ വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ പ്രതികരിച്ചവരാണ് ഷെയ്ഖ് അൽബാനിയും അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, ഷെയ്ഖ് അൽബാനിക്ക് മറ്റു ഉലമാക്കൾക്കൊക്കെ സംഭവിക്കുന്നത് പോലുള്ള ചില അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ട് എന്നതല്ലാതെ അഖീദയിലോ മൻഹജിലോ കാര്യമായൊരു വ്യതിയാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഉലമാക്കൾ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പ്രതിനിധാനം ചെയ്യുന്നത് ഒറിജിനൽ സലഫിയത്തല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് സലഫിയത്താണ് എന്നോ, ഷെയ്ഖ് അൽബാനി സലഫിയത്തിൽ വലിഞ്ഞു കയറി വന്ന ആളാണെന്നോ ഇത്തരത്തിലുള്ള ചില വില കുറഞ്ഞ ആളുകളല്ലാതെ അംഗീകൃതരായ സലഫി ഉലമാക്കൾ ആരും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ ആരിൽ നിന്നും അങ്ങനത്തെ സംഗതി മനസ്സിലാക്കിയിട്ടില്ല.
അതേസമയം അദ്ദേഹവുമായി വിയോജിപ്പുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയുമായി വിയോജിപ്പുള്ള ഫിഖഹിയായ ഒരുപാട് മസ്അലകൾ, അതിലെ ശരിതെറ്റുകളെ വിശദീകരിച്ചുകൊണ്ട് സലഫി ഉലമാക്കൾ തന്നെ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഗ്രന്ഥം രചിച്ചവർക്കൊന്നും അൽബാനിയെ ഇകഴ്ത്തണമെന്നോ അദ്ദേഹത്തിന്റെ ഇൽമിൽ ചെക്കുണ്ടാക്കണമെന്നോ അദ്ദേഹത്തെ ആളുകൾക്കിടയിൽ ഒന്ന് അപമാനിക്കണമെന്നോ ഉദ്ദേശം അവർക്കാർക്കുമില്ല. ഷെയ്ഖിനോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോടെ ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾ വിയോജിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഷെയ്ഖ് അൽബാനി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അത് കാര്യകാരണ സഹിതമാണെങ്കിൽ അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും അദ്ദേഹം തെറ്റുകൾ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് സഹീഹാണെന്ന് പറഞ്ഞ ചില ഹദീസുകൾ പിന്നീട് ലഈഫാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് അങ്ങനെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ലഈഫാണെന്ന് ബോധ്യപ്പെട്ട ഒരു ഹദീസിനെ സഹീഹായ ഒരു സനദ് പിന്നീട് കണ്ടെത്തുമ്പോൾ അദ്ദേഹം അത് സഹീഹാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം ആരുടെ നിർദ്ദേശവും പരിഗണിക്കാറുണ്ട്. ഏതാളുകൾ എഴുതിയ വിമർശനങ്ങളെയും ആരോഗ്യകരമായ വിമർശനങ്ങളെയും അദ്ദേഹം ഉൾക്കൊള്ളുകയും അദ്ദേഹം അതിനനുസരിച്ച് തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്യായമായ ആരോപണങ്ങളെ, വ്യക്തി വിദ്വേഷത്തിന്റെ പേരിലുള്ള ആരോപണങ്ങളെ തുല്യനാണയത്തിൽ തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്യുന്നതായി അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വവും ഇൽമും അംഗീകരിച്ചുകൊണ്ട് ആണ് എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഒറിജിനൽ സെലഫി അല്ലെന്നോ അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് സെലഫിയാണെന്നോ ഈ പറഞ്ഞ ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം അദ്ദേഹത്തെ കുറിച്ചും മൊത്തത്തിൽ സെലഫികളെ എതിർക്കുന്ന ആളുകൾ, നമ്മളെ കുറിച്ച് ഇപ്പൊ നാട്ടിൽ എന്തെല്ലാം പ്രചാരണങ്ങളുണ്ട് അല്ലെ? അമ്പിയ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവരാണ്, വിലായത്തിനെയും കറാമത്തിനെയും നിഷേധിക്കുന്നവരാണ്, മുഅ്ജിസത്തിനെ തള്ളിപ്പറയുന്നവരാണ്, റസൂലിനെ സാധാരണ മനുഷ്യനാക്കുന്നവരാണ്, ശഫാഅത്തിനെ നിഷേധിക്കുന്നവരാണ് എന്ന് തുടങ്ങി എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ നമുക്കെതിരിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ആളുകൾ ഷെയ്ഖ് അൽബാനിക്കെതിരെ അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് അദ്ദേഹം മാത്രമല്ല, മൊത്തത്തിൽ സലഫികൾക്കെതിരെയുള്ള ആരോപണമായപ്പോൾ അതിന് ഷെയ്ഖ് അവറുകളും അതുപോലെ സലഫി ഉലമാക്കളും മറുപടി കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ലോക മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും സലഫി സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയിലും അംഗീകാരത്തിലും അസൂയ പൂണ്ട ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണക്കാരുടെ ഉദ്ദേശം ഒരിക്കലും നസീഹത്തല്ല, സത്യം ബോധ്യപ്പെടുത്തുക, സത്യത്തെ വെളിപ്പെടുത്തുക എന്നതല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖിനെ അപമാനിക്കുക, ഷെയ്ഖ് ഉണ്ടാക്കിയിട്ടുള്ള വൈജ്ഞാനിക രംഗത്തുള്ള ഈ വിപ്ലവം, ഹദീസ് വിഷയത്തിലുള്ള ഈ വിപ്ലവം, അതിനെ തകർക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകളുടെ ഉദ്ദേശം. മുബ്തദീകളായ, ഖുബൂരികളായ, സൂഫികളായ, ഇഖ്വാനികളായ ആളുകൾ അവരാണ് സാധാരണയായി ഈ തരത്തിൽ സലഫി ഉലമാക്കളെ വിമർശിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ ഇഖ്വാനിയോ സൂഫിയോ ഖുബൂരിയോ ഒന്നും അല്ലെങ്കിൽ സലഫിയത്തിന്റെ കുപ്പായമിട്ട ചിലർ ഷെയ്ഖ് അൽബാനിക്കെതിരെ ഇതേ ശൈലിയിലാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുബ്തദീകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവർ ഷെയ്ഖ് അൽബാനിയെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖ് അൽബാനിക്കെതിരെ മാത്രമല്ല, വളരെ മുസ്ലിം ഉമ്മത്തിൽ വലിയ വേരുകളുള്ള ആളുകളാണ് ഷെയ്ഖ് ഇബ്നു ഹജർ അസ്ഖലാനിയും ഇമാം നവവിയും ഒക്കെ. അവർക്കെതിരിലും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ ആളുകൾ നടത്തുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഹദ്ദാദിയത്ത് എന്ന് പറയുന്നത്. എന്താണ് ഹദ്ദാദിയത്ത്? ആരും നിർവചിച്ചിട്ടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. മുതിർന്ന പണ്ഡിതന്മാർ, ലോകത്തറിയപ്പെട്ട ഉന്നതന്മാരായ പണ്ഡിതന്മാർ അവരുടെ ന്യൂനതകൾ കണ്ടെത്തി അത് ചുഴിഞ്ഞന്വേഷിച്ച് അത് ഊതി വീർപ്പിച്ച് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അവർക്ക് എതിൽ കുപ്രചരണങ്ങൾ നടത്തുക, ഇതാണ് ഹദ്ദാദിയത്ത് എന്ന് പറയുന്നത്. ആ സ്വഭാവമുള്ള ആളുകളൊക്കെ ഹദ്ദാദികൾ തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഉന്നതരായ പണ്ഡിതന്മാരുടെ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ ന്യൂനതകൾ പരത്തി നടക്കുക എന്നതും അത് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഫിത്നയുണ്ടാക്കുക എന്നതുമാണ് ഹദ്ദാദിയത്തിന്റെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കുപ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ പരലോകം നഷ്ടപ്പെടുന്നതിനെ അവർ ഭയപ്പെടട്ടെ എന്നാണ് എനിക്ക് അവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞാൻ ഷെയ്ഖ് അൽബാനിക്കെതിരെയുള്ള 10 ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി,
മൻ ഇസ്തഖഫ ബിൽ ഉലമാഇ ദഹബത് ആഖിറതുഹു വമൻ ഇസ്തഖഫ ബിൽ ഉമറാഇ ദഹബത് ദുനിയാഹു വമൻ ഇസ്തഖഫ ബിൽ ഇഖ്വാനി ദഹബത് മുറൂഅതുഹു. ഇത് സിയർ അലാമുൻ നുബലായിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പണ്ഡിതന്മാരെ ആരെങ്കിലും നിസാരമാക്കിയാൽ അവന്റെ ആഖിറത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഭരണാധികാരികൾ ആരെങ്കിലും നിസാരമാക്കിയാൽ അവന്റെ ദുനിയാവും നഷ്ടപ്പെടും. സഹോദരന്മാരാരെങ്കിലും നിസാരമാക്കിയാൽ ദഹബത്ത് മുറൂഅതുഹു അവന്റെ മനുഷ്യത്വവും നഷ്ടപ്പെടും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് അല്ലാമ സാലിഹ് അൽ ഉസൈമീൻ റിയാദുസ് സാലിഹീൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ശറഹിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ 1-ാം വാള്യം 682-ാമത്തെ പേജിൽ ഇന്നല്ലദീന യൽതഖിതൂന ദല്ലാത്തുൽ ഉലമാഇ ലിയുസീഉഹാ ലൈസു മുസീഇന ലിൽ ഉലമാഇ ശഖ്സിയൻ ഫഹസ്ബു. ഉലമാക്കളുടെ അബദ്ധങ്ങളെ പെറുക്കിക്കൂട്ടുന്ന ആളുകൾ, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ ആ ഉലമാക്കൾക്ക് മാത്രമല്ല വ്യക്തിപരമായി ദോഷം ചെയ്യുന്നത്, മറിച്ച് ബൽ മുസീഉന ലിൽ ഉലമാഇ ശഖ്സിയൻ വമുസീഉന ഇലാ ഇൽമിഹിം അല്ലദീ യഹ്മിലൂനഹു. ആ പണ്ഡിതന്മാരുടെ വ്യക്തിത്വത്തിനപ്പുറത്ത് ആ പണ്ഡിതന്മാർ വഹിക്കുന്ന വിജ്ഞാനത്തിന്, ഇൽമിനെതിരിൽ കൂടിയാണ് അവർ യഥാർത്ഥത്തിൽ ഉപദ്രവമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദോഷമുണ്ടാക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ്. അവരുടെ ഇസ്ലാമിക ശരീഅത്തിനെയാണ് അവർ യഥാർത്ഥത്തിൽ മോശമാക്കുന്നത്. പണ്ഡിതന്മാർ, അവരെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ, പണ്ഡിതന്മാരുടെ ന്യൂനതകൾ ജനങ്ങൾ അറിയാൻ തുടങ്ങിയാൽ, പലപ്പോഴും ഈ ന്യൂനതകൾ യഥാർത്ഥത്തിൽ ന്യൂനതകളായിരിക്കില്ല, പക്ഷേ ഈ വിമർശകന്റെ വീക്ഷണത്തിൽ മാത്രം അതൊരു വലിയ ന്യൂനതയായിരിക്കും. അത്തരം ന്യൂനതകൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചാൽ ജനങ്ങൾക്ക് പണ്ഡിതന്മാരെ കുറിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോകും. ഇവരൊന്നും പറഞ്ഞില്ല, ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന് മൊത്തത്തിൽ ഉന്നതന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ആളുകൾക്കിടയിൽ ധാരണയുണ്ടാകും. ബിമാ ഇൻദഹും മിനൽ ഇൽമി, അവരുടെ ഇൽമിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. فيكون في هذا جناية على الشرع الذي يحملونه من سنة الرسول صلى الله عليه وسلم. അപ്പോൾ അവർ വഹിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ സുന്നത്തിനോടുള്ള ഒരു അതിക്രമമായിട്ടാണ് ഇത് കലാശിക്കുന്നത്. لذلك من نصيحتك لأئمة المسلمين من أهل العلم أن تدافع عن أوراتهم. അതുകൊണ്ട് മുസ്ലിം ഇമാമുമാരോടുള്ള നമ്മുടെ നസീഹത്തിൽപ്പെട്ടതാണ്, നമ്മുടെ ഗുണകാംക്ഷയിൽപ്പെട്ടതാണ് പണ്ഡിതന്മാരായ ഇമാമിയങ്ങളോടുള്ള നസീഹത്ത് എന്താണ്? അവരുടെ ന്യൂനതകളെ കേൾക്കുമ്പോൾ അത് കൊട്ടിപ്പാടി പ്രചരിപ്പിക്കുകയല്ല, അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. കഴിയുന്നത്ര അവർക്ക് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ചെയ്ത ഒരുപാട് നന്മകൾക്കിടയിൽ അത് വളരെ കുറച്ചായിരിക്കും, അത് മറച്ചുവെക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹീന്റെ ശറഹിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത്തരം ആളുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അയാൾക്ക് വേണ്ട വേദികളൊക്കെ ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തിന് ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് അത് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് ഗുരുതരമായ അക്രമമാണ്. അത് ഈ പണ്ഡിതന്മാരുടെ വ്യക്തിത്വത്തോട് മാത്രമല്ല, ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ ശരീഅത്തിനോടും അവർ ചെയ്യുന്ന അക്രമമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, നിങ്ങൾ ആരാണിപ്പോ ഈ കുപ്രചരണങ്ങൾ നടത്തുന്നത്? ഇതാദ്യം കൊണ്ടുവന്നത് സഫറുൽ ഹവാലി എന്ന് പറയുന്ന സയ്യിദ് ഖുത്ബിനെ വാനോളം പ്രശംസിച്ച, തക്ഫീരികളുടെ നേതാവിനെ അങ്ങേയറ്റം പ്രശംസിച്ച സഫറുൽ ഹവാലിയുടെ ളായിറത്തുൽ ഇർജാ ഫിൽ ഫിക്റിൽ ഇസ്ലാമി അൽ മുആശിറ എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് ഷെയ്ഖ് അൽബാനിക്കെതിരിൽ പ്രമുഖനായ ഒരാൾ ഇർജാ ആരോപണം നടത്തിയിട്ടുള്ളത്. അമൽ ഈമാനിൽപ്പെട്ടതല്ല. ഇർജാ എന്ന് പറഞ്ഞാൽ അഖറ, മാറ്റി നിർത്തിയെന്നാണ്. എന്തിനെ മാറ്റി നിർത്തി? അമലിനെ ഈമാനിന്റെ ആ വരുതിയിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെ ഈമാനിൽ നിന്നും അമലിനെ ഒഴിവാക്കിയ ആളുകളാണ് മുർജിഉകൾ എന്ന് പറയുന്നത്. എന്നാ സുഹൃത്തുക്കളെ, ആ വിമർശനം കൊണ്ടുവന്നത് പിന്നീട് ഏറ്റെടുത്തത് തക്ഫീരികൾ തന്നെയായിരുന്നു. അവർക്ക് ഷെയ്ഖ് അൽബാനിക്കെതിരെ ഒരു പിടിവള്ളി കിട്ടിയതായിരുന്നു, അതവർ ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നസീഹത്തല്ല അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ ഷെയ്ഖ് ഇബ്നു റജബ് ഹംബലിയുടെ അൽ ഫർഖ് ബൈന നസീഹത്തി വത്തഈർ എന്ന 16 പേജുള്ള ഒരു ചെറിയ റിസാല, ഇത് ഇന്ന് മക്കയിൽ ഷെയ്ഖ് അഹമ്മദ് ബാഗമൂൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരു ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ആ പുസ്തകത്തിൽ ഇബ്നു റജബ് ഹംബലി അദ്ദേഹം പറയുന്നുണ്ട്, നസീഹത്തും തഅയ്യിറും തമ്മിലുള്ള വ്യത്യാസം, ഗുണകാംക്ഷയും അപമാനിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ ചെറിയ റിസാലയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട് ശൈലികൾ, പണ്ഡിതന്മാരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിൽ അവരോടും ഉമ്മത്തിനോടുമുള്ള നസീഹത്താണ്, സത്യം വെളിപ്പെടുത്തലാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാവും. അതല്ല പറഞ്ഞ ആൾക്ക് അയാളൊന്നും ഞെളിയലാണ് ഉദ്ദേശം, താൻ വലിയ ആളാണ്, തനിക്കൊക്കെ അറിയാമെന്ന് മറ്റുള്ളവരുടെ ഞെളിയലാണ് ഉദ്ദേശം, മറ്റുള്ളവർ പണ്ഡിതന്മാരെ കുറിച്ച് അവർക്ക് വിവരമില്ല, അവർ പോയത്തക്കാരാണ് എന്ന് വരുത്തി തീർക്കലുമൊക്കെയാണ് ഉദ്ദേശം. ഈ രണ്ട് ശൈലികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ രണ്ട് ശൈലിയും ഇവിടെ വിശദീകരിക്കാൻ ശേഖവിന്റെ പറയുകയാണ്, ഒരാള് മറ്റൊരാൾക്ക് ഖണ്ഡനം പറയുന്നു. ഖണ്ഡനം പറയുന്നവന്റെ ഉദ്ദേശം, ഖണ്ഡനം പറയാനുള്ള സലഫുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ആളുകൾ മുസ്തദീങ്ങളും അല്ലാത്തവരും ഉണ്ടാക്കുന്ന തെറ്റുകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. അത് എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ചെയ്തിട്ടുണ്ട്. പല കക്ഷികളും ഇസ്ലാമിക സമൂഹത്തിൽ പുറത്തു വന്നപ്പോ, ഇപ്പോ ഷിയാക്കൾ മുതൽക്ക് ഖവാരിജുകൾ, അതുപോലെ തന്നെ മുഅ്തസിലത്ത്, അങ്ങനെ ഖദരിയാക്കൾ, ജബരിയ, അങ്ങനെ പല കക്ഷികളും വന്നപ്പോ അവരുടെയൊക്കെ വ്യതിയാനങ്ങൾ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അഹ്ലുസുന്നത്ത് ഇവിടെ നിലനിന്നിട്ടുള്ളത്. പക്ഷെ മുബ്തദിഅകളോട് സ്വീകരിക്കുന്ന ശൈലിയല്ല സുന്നത്തിനെ സ്നേഹിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾക്ക് പറ്റിയ അബദ്ധങ്ങളെ വിമർശിക്കുമ്പോൾ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്, താൻ ആരെ ഗണ്ണിക്കുന്നുവോ അയാളുടെ അയ്ബ് വെളിപ്പെടുത്തൽ, അയാളുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തലും, അയാളെ കുറവാക്കലും, അയാളുടെ അജ്ഞത വെളിവാക്കലും, അയാൾക്ക് വിവരമില്ല എന്ന് വരുത്തി തീർക്കലും, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളാണെങ്കിൽ കാന മുഹറമൻ, ആ ഖണ്ഡനം തന്നെ ഹറാമാണ്. സവാഉൻ കാന റദ്ദുഹു ലിദാലിക ഫീ വദിഇ മൻ റദ്ദ അലൈഹി ഔ ഫീ ഗൈബതിഹി, ഈ പറയുന്ന ഖണ്ഡനം ഈ ഗണ്ണിക്കപ്പെടുന്ന ആളെ മുഖത്ത് നോക്കി ഗണ്ണിച്ചാലും ശരി, അതല്ല അയാളുടെ അസാന്നിധ്യത്തിൽ ഗണ്ണിച്ചാലും ശരി. വസവാഉൻ കാന ഫീ ഹയാതിഹി ഔ ബഅദ മൗതിഹി, അയാളെ ജീവിതകാലത്ത് ഗണ്ണിച്ചാലും അതുപോലെ തന്നെ മരണശേഷം ഗണ്ണിച്ചാലും ശരി. വഹാദാ ദാഖിലുൻ ഫീമാ ദമ്മഹുല്ലാഹു തആല ഫീ കിതാബിഹി, അങ്ങനെയുള്ള ഖണ്ഡനം അള്ളാഹു അവന്റെ കിതാബിൽ വിരോധിച്ചു പറഞ്ഞിട്ടുള്ളതിലാണ് ഉൾപ്പെടുക. അലൈഹി, വളരെ താക്കീർ ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ കിതാബിൽ ഫിൽ ഹംസി വൽ ലംസി, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുകയും കുറവാക്കുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് വരിക. വദാഖിലുൻ അയ്ദൻ ഫീ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല ആളുകളുടെ ന്യൂനതകൾ പരത്തുന്നതിനെ കുറിച്ചുള്ള റസൂലുള്ളാഹിയുടെ താക്കീതുണ്ട്. ആ ഹദീസിന്റെ പരിധിയിലുമാണ് ഇത് വരിക. ഏതാണ് ഹദീസ്? യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യുഅ്മിൻ ബിഖൽബിഹി, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരെ, ലാ തുഉദുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്, ശല്യം ചെയ്യരുത്. വലാ തതബ്ബഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ നിങ്ങൾ പരതി നടക്കരുത്. ഫഇന്നഹു മൻ തതബ്ബഅ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറതഹു, അല്ലോ ഫഇന്ന മൻ യത്തബിഉ ഔറാത്തിഹിം, അവരെ ന്യൂനതകൾ തേടിത്തെരഞ്ഞ് നടക്കുന്നവർ, അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, പിന്തുടരുന്നവർ, അള്ളാഹു അവന്റെ ന്യൂനതയും പിന്തുടരും. വമൻ യത്തബിഇല്ലാഹു ഔറതഹു യുഫ്ലിഹുഹു, ആരെങ്കിലും മറ്റൊരാളുടെ ന്യൂനത തേടി നടന്നാൽ അള്ളാഹു അവനെ വസലാക്കും. വലൗ ഫീ ജൗഫി ബൈതിഹി, അവനവന്റെ വീട്ടിന്റെ ഉള്ളിൽ അടച്ചിരുന്നാലും ശരി. കണ്ടോ? അപ്പൊ മൊത്തത്തിൽ പൊതു മുസ്ലിമീങ്ങളുടെ ന്യൂനത പരത്തുന്നത് തന്നെ വലിയ കുറ്റമാണെങ്കിൽ ഉലമാക്കളുടെ ന്യൂനത പറഞ്ഞ എത്ര വലിയ കുറ്റമായിരിക്കും? ആലോചിച്ച് നോക്കൂ. മതത്തിൽ മാതൃകയാക്കപ്പെടുന്ന ഉലമാക്കളുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ആളുകൾ, അത്തരം ആളുകളോട് സാദൃശ്യമുള്ളവർ, അവർ ഈ കൂട്ടത്തിൽ പെടുകയില്ല. വയജൂസു ബയാനു ജഹ്ലിഹിം, അവരെ അജ്ഞത വെളിവാക്കൽ ജായിസാണ്. വൈദ്ഹാറു അയ്യൂബിഹിം, അവരുടെ അയ്ബുകൾ വെളിവാക്കലും അനുവദിക്കപ്പെട്ടതാണ്. തഹ്ദീറൻ മിനൽ ഇഖ്തിദാഇ ബിഹിം, ജനങ്ങൾ അവരെ പിൻപറ്റുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന നിലക്ക്. വലൈസ കലാമുൽ ആന ഫീ ഹാദൽ ഖബീൽ, നമ്മൾ ഇപ്പോൾ സംസാരിക്കും അതിനെ പറ്റിയല്ല. വല്ലാഹു അഅലം. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം പറയാണ് അൻവാഉൻ നസീഹ, നസീഹത്തിന്റെ ഇനങ്ങൾ. ومن عرف منه أنه أراد برده على العلماء النصيحة لله ولرسوله, എന്നാൽ ഒരാൾ തന്റെ പണ്ഡിതന്മാർക്ക് താൻ ഖണ്ഡനം പറയുന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നസീഹത്താണ്, കൂറാണ് എങ്കിൽ ഫഇന്നഹു യജിബു അൻ യുആമല ബിൽ ഇക്റാമി വൽ ഇഹ്തിറാമി വത്തഅലീം
കസായിരി അയിമ്മത്തിൽ മുസ്ലിമീൻ അല്ലദീന സബഖ ദിക്റുഹും വഅംസാലുഹും വമൻ തബിഅഹും ബിഇഹ്സാൻ. അത്തരം ആളുകൾ അവർക്ക് നിർബന്ധമാണ് ഇക്റാമോടുകൂടിയായിരിക്കണം, ഇഹ്തിറാമോടുകൂടി ആദരവോടും മഹത്വം കൽപ്പിച്ചുകൊണ്ടുമായിരിക്കണം മുസ്ലിമീങ്ങളുടെ മറ്റ് ഇമാമുകൾക്ക് കൽപ്പിച്ചതുപോലെ തന്നെ. കണ്ടോ? അപ്പൊ രണ്ടു തരം ശൈലികളെ കുറിച്ചും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരാൾ ഉദ്ദേശിക്കുന്നത് ആളെ ചെറുതാക്കലും ആക്ഷേപിക്കലും അഴിവ് വെളിപ്പെടുത്തലും ഒക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ അവന് യഥാർത്ഥത്തിൽ ശിക്ഷ കൊടുക്കാനും വേണ്ടത്, നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ ജയിൽ കൊടുക്കണം. വൃത്തികെട്ട ഈ പ്രവർത്തനങ്ങളിൽ നിന്നും അവനും അവനെ പോലെയുള്ളവരും പിന്തിരിയാൻ ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അവനെ പിടിച്ച് ശിക്ഷ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കേണ്ടത് സലഫ് സാലിഹുകളിൽപ്പെട്ട ഉലമാക്കൾ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിച്ച ശൈലി ഏതാണ്, ആ ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അതൊരിക്കലും കുഴപ്പമുള്ളതല്ല. പഴച്ച കക്ഷികളോട് സ്വീകരിക്കുന്ന മുബ്തദീകളോടും ഖുബൂരികളോടും ഷിയാക്കളോടും സ്വീകരിക്കുന്ന ശൈലിയാണോ അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട ഉലമാക്കൾ പരസ്പരം തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴും തിരുത്താൻ ശ്രമിക്കുമ്പോഴും സ്വീകരിക്കേണ്ടത്? ഒരിക്കലും അല്ല. രണ്ടും രണ്ട് ശൈലി തന്നെയാണ്. അത് ഈ പുസ്തകത്തിന് മാത്രമല്ല, പൊതുവെ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകൾക്ക് അറിയപ്പെട്ട സംഗതിയാണ്. സത്യം വെളിപ്പെടുക, തെറ്റ് തിരുത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വിമർശിക്കുന്ന ആളെ ഉയർത്തിക്കാട്ടുക, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ് അയാളുടെ കക്ഷിയെ വിജയിപ്പിക്കുക, ഇതൊന്നും ആയിരിക്കരുത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഓരോരുത്തരും, ഞാനാകട്ടെ നിങ്ങളാകട്ടെ ആരാകട്ടെ, അഹ്ലുസ് സുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ശൈലി നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ പൊതുവെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സലഫികൾക്കിടയിൽ ഉണ്ടായ KNM-ഉമായിട്ടുണ്ടായ പ്രശ്നവും ദേവാസമിതിയുമായിട്ടുണ്ടായ പ്രശ്നത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഈ വിമർശനങ്ങളിലൊക്കെ നമ്മൾ എത്ര നസീഹത്തോടുകൂടി സംസാരിച്ചാലും ശരി, കേൾവിക്കാരായ പലർക്കും നമ്മുടെ ആ നസീഹത്ത് ബോധ്യപ്പെട്ടോളുന്നില്ല. അവർ പലപ്പോഴും അതിനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ചിട്ട് പല നേക്കും വലിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ മുൻവിധിയോടെ ആയിരിക്കും പലപ്പോഴും കാര്യങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ വാചകങ്ങളെ അവർ വ്യാഖ്യാനിക്കും, നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത് നമ്മളെ ഭാഗത്തുണ്ടാകും, മറുഭാഗത്തുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വലിയ വലിയ ഉലമാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ആ തരത്തിലുള്ള ശൈലി ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ വിമർശിക്കുന്നത് പോലെ ഹൽബാനിയെ പോലുള്ള ഒരാളെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മളൊക്കെ അദബുൽ ഖിലാഫ്, വിയോജിപ്പിന്റെ മര്യാദകൾ, അത് നമ്മളൊക്കെ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു ഉന്നതരായ പണ്ഡിതന്മാരോടുള്ള വിയോജിപ്പാകുമ്പോൾ ആരൽബാനി, അയാൾക്ക് എന്താ അറിയാം? ആരാ പറയുന്നത്? ഒരു പേജ് പോലും അറബി വായിക്കാൻ അറിയാത്ത ആള്. ഹൽബാനിയുടെ പേര് പോലും ശരിക്ക് അറബിയിൽ എഴുതാൻ അറിയാത്ത ആളാ പറയുന്നത്. അങ്ങനത്തെ ഒരു ശൈലി ഒരിക്കലും തന്നെ നമ്മളെ ആളുകൾ സ്വീകരിക്കരുത്. മാത്രമല്ല, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതല്ലെങ്കിലും മൊത്തത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഈ വാട്സപ്പിൽ കയറിയിട്ട് ഓരോരുത്തരും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പ്രസംഗിക്കുന്നതൊക്കെ നിർത്തണം. എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ദീനല്ലേ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത്? പടച്ചോനെ നമ്മൾ പേടിക്കണ്ടേ? ദീൻ എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്നാണ്. അള്ള പറയാത്തത് അള്ളാന്റെ പേരിൽ പറയാ, റസൂൽ പറയാത്തത് റസൂലിന്റെ പേരിൽ പറയാ, സെലഫുകൾ പറയാത്ത സെലഫുകളുടെ പേരിൽ പറയാ. ഇതൊന്നും ഒരു പേടി ആളുകൾക്കില്ല എന്നുള്ളിടത്താണ് ഇപ്പുള്ളത്. പണ്ടത്തെ നമ്മളെ താർക്കിക ശൈലിയിൽ തന്നെയാണ് ഇപ്പോഴും പല ആളുകളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇത്തരം ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നതും പല അബദ്ധങ്ങളും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് വേണ്ട, നിങ്ങൾ ആ പരിപാടി വേണ്ട, അത്തരം പരിപാടികൾ അവസാനിപ്പിക്കുക. ഈ വാട്സപ്പിലും മറ്റും കയറിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ നിർത്തുക. കാരണം പണ്ഡിതന്മാർക്ക് പോലും അബദ്ധം പറ്റുന്ന മേഖലകളിൽ പണ്ഡിതന്മാരുടെ അടുത്തുപോലെ ഇരിക്കാൻ പറ്റാത്ത, താലിബിൽ നിന്ന് പോലും പറയാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കുറച്ചെന്തെങ്കിലുമൊക്കെ പരിഭാഷ വായിച്ച് മനസ്സിലാക്കിയിട്ട് സമാനി ബോർഡിന്റെ പരിഭാഷ ഒരു വട്ടം വായിച്ചാൽ ഖുർആൻ മുഴുവൻ പഠിച്ചാലായി എന്നാണ് നമ്മുടെ ആളുകളെ വിചാരം. യഥാർത്ഥത്തിൽ പരിഭാഷ എന്ന് പറയുന്നത് ആ മൂലകൃതിയിൽ നിന്ന് പരിഭാഷകന് മനസ്സിലായ ഒരു ആശയം എന്ന് മാത്രമാണ്. മനസ്സിലായില്ലേ? പരിഭാഷയ്ക്ക് ഒരിക്കലും മൂലകൃതിയുടെ സ്ഥാനമില്ല. ഒരു കൃതിയും നമുക്ക് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയോ? ഏറ്റവും വലിയൊരു ഇംഗ്ലീഷ് സാഹിത്യകാരന്റെ ഒരു ഇംഗ്ലീഷ് സാഹിത്യം, ഒരാൾ നല്ലൊരു മലയാള പണ്ഡിറ്റ്, അയാൾക്ക് നല്ല ഇംഗ്ലീഷും അറിയാം,
അയാൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പോലും മൂലകൃതി വായിക്കുന്ന ഒരു സുഹൃത്തിന് കിട്ടുമോ? കിട്ടൂല, ഉറപ്പാണ്. മനുഷ്യകൃതികളുടെ പോലും പരിഭാഷയുടെ പരിമിതി ഇതാണെങ്കിൽ അള്ളാഹുവിന്റെ കിതാബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ദീനിന്റെ കാര്യങ്ങളാണ്. അതൊക്കെ പരിഭാഷപ്പെടുത്തിയാൽ എന്തുമാത്രം കുറവുകൾ വരും. അപ്പൊ പരിഭാഷ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള, അത് പ്രാഥമിക അറിവിന് വേണ്ടി, പ്രൈമറി നോളേജിന് വേണ്ടി മാത്രമുള്ളതാ പരിഭാഷ. ഇന്നിപ്പോ സംസാരിക്കുന്ന പല ആളുകളും അറബി അവർക്കറിയില്ല. 10-15 കൊല്ലായി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴൊരു പേജ് അറബി വായിക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കും അറബി മുൻഷി. നോക്കൂ നിങ്ങൾ, ഈ സംസാരിക്കുന്ന ആളുകൾ ഇംഗ്ലീഷിനാ വായിക്കുന്നത്. അപ്പൊ സെക്കൻഡറി റെഫറൻസ് ആണ്. അതിന് യഥാർത്ഥ മൂലകൃത്യമായിട്ട് വളരെ അകലുണ്ടതിന്. അതിന്റെ അടിസ്ഥാനത്തിലായി സംസാരിക്കുന്നത്. ഇപ്പോ ഷേഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ പരിഭാഷപ്പെടുത്തിയത് കേട്ടു. ഷേഖ് അൽബാനിയെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം മറ്റു പണ്ഡിതന്മാരെ പോലെ തന്നെ തെറ്റും ശരിയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിയെന്ന് നാം പറയും. ഈമാന്റെ വിഷയത്തിൽ തെറ്റുപറ്റി, അദ്ദേഹം മുർജിയാണെന്ന് നമ്മൾ പറയില്ല. ഇതാണ് ഷേഖ് പറയുന്നത്. അപ്പൊ തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറയുന്നത് തെറ്റുപറ്റി കേട്ടോ, തെറ്റുപറ്റി കേട്ടോ, തെറ്റുപറ്റി. കാരണം ഇംഗ്ലീഷ് പരിഭാഷകളോ നോക്കുന്നത്. ഷേഖ് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്നേ നാം പറയുകയുള്ളൂ, അബദ്ധം പറ്റിയെന്നേ പറയുള്ളൂ. അദ്ദേഹം മുർജിയാണെന്ന് നമ്മൾ പറയില്ല. പക്ഷെ അത് കണ്ടോ, തെറ്റുപറ്റിയെന്ന് ശ്രീ ഫൗസാൻ വരെ പറഞ്ഞു, അദ്ദേഹത്തിന് തെറ്റുപറ്റി ഫൗസാൻ വരെ പറഞ്ഞു. ഇങ്ങനെ ഇംഗ്ലീഷ് പരിഭാഷ സംസാരിക്കാം. ഇങ്ങനത്തെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഈ രീതിയിലാണ് പല ആളുകളും മുറിവൈദ്യൻ രോഗിയെ കൊല്ലുന്നു പറഞ്ഞില്ലേ. വൈദ്യൻ ശരിക്കും പഠിക്കാത്ത ചികിത്സിച്ചാൽ എന്താ ഉണ്ടാവുക? രോഗി മരിച്ചു. അതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ വാട്സപ്പുകളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കക്ഷിത്വത്തിന്റെ വലകളിൽ നിന്നും ആളുകൾ ഇപ്പോഴും മോചിതമായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും ഒരു കക്ഷിയായി നിന്ന് ഒരിക്കലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു കക്ഷിത്വം, സംഘടനയുടെ പേരിലുള്ള കക്ഷിത്വമായാലും പണ്ഡിതന്മാരുടെ പേരിലുള്ള കക്ഷിത്വമായാലും വ്യക്തികളുടെ പേരിലുള്ള കക്ഷിത്വമായാലും ഹിസ്ബിയത്ത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. അത് നമ്മളാളല്ലേ, ഒന്നോ അബദ്ധം പറഞ്ഞാലും നമ്മൾ ന്യായീകരിക്കണം. അതാ കക്ഷിത്വം എന്ന് പറയുന്നത് അല്ലേ. ഓനാ പറഞ്ഞ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പൊ തെറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് മോശം, നമ്മളെ കക്ഷിക്ക് മോശം, അതുകൊണ്ട് ഇപ്പൊ തെറ്റാന്ന് പറയണ്ട. എന്നാൽ അതൊരിക്കലും തന്നെ ഒരു മുസ്ലിം യോജിച്ചതല്ല. തെറ്റുപറ്റിയാൽ തെറ്റ് സമ്മതിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ആരെയും നമ്മൾ ന്യായീകരിക്കേണ്ടത്. കാരണം ഇതൊക്കെ നമ്മൾ പരലോകത്ത് വരും. സന്നദ്ധനായി നിൽക്കുന്ന ഒരു മലക്കില്ലാതെ നമ്മളൊരു വാക്കും ഉച്ചരിക്കുന്നില്ല എന്നാണ്. മലക്കൊക്കെ രേഖപ്പെടുത്താണ്. അതെല്ലാം നാളെ നമുക്കിതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കളിക്കുന്നത് ദീന് കൊണ്ടാണ് എന്ന പേടി നമ്മുടെ ആളുകൾക്ക് ഇല്ലാതെ പോയല്ലോ എന്നത് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ആളുകൾ ഇങ്ങനെ കയറി ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ധൈര്യമാണ് ആളുകൾക്ക്. അള്ളാഹുവിന്റെ കിതാബിനെ പറ്റി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെ പറ്റി, മഹാന്മാരായ ഉലമാക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു പേടിയില്ലാത്തൊരവസ്ഥ എങ്ങനെ വന്നു എന്നത് പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ശുദ്ധീകരണം ശരിക്കും നമ്മളെ ആളുകൾക്ക് തെർബിയത്ത് കിട്ടിയിട്ടില്ല എന്നൊരു തെളിവാണ്. നമ്മള് തെർബിയത്തിനെ സംബന്ധിച്ച് സംസാരിക്കുകയും തെർബിയത്തിനെ കുറിച്ച് ആവോളം ആളുകളോട് പറയുകയും ചെയ്തില്ലെങ്കിലും നമ്മുടെ ആളുകൾക്ക് തന്നെയും ഈ തെർബിയത്ത് വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല എന്ന് പലപ്പോഴും ഈ വാട്സപ്പിലൂടെയൊക്കെയുള്ള ചർച്ചകൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഒരുപാട് കാലം ഈ സംഘടനയുടെ തെളിക്കുന്നിൽ നിന്നവരാണ്. അതിന് പൂർണ്ണമായും ഇത് കഴുകി ശുദ്ധിയാക്കി വരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ സൂക്ഷിച്ചു മാത്രം നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വളരെ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, പിശാചിന്റെ ഇടപെടലിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ നാവുകളെ ശൈത്താൻ ഉപയോഗപ്പെടുത്തും. സൂറത്തുൽ ഇസ്രായിൽ 53-ാമത്തെ ആയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിൽ കൊത്തിവെച്ച, കല്ലിൽ കൊത്തിവെച്ച പോലെ കൊത്തിവെക്കുന്ന ആയത്ത്. വഖുൽ ഇബാദി യഖൂലു ലത്തി യഹ്സൻ ഇന്ന ശൈത്താന യൻസഗു ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. നബിയേ, നിങ്ങൾ പറയണം എന്റെ അടിമകളോട്, അവർ നല്ലത് മാത്രം സംസാരിക്കട്ടെ. കണ്ടോ, പിശാച് അവർക്കിടയിൽ കുഴപ്പം വിളക്കിവിടാൻ ശ്രമിക്കും. അവരെ നാവിന് ഉപയോഗപ്പെടുത്തി കുഴപ്പമുണ്ടാക്കാൻ പിശാച് ശ്രമിക്കും. പിശാച് മനുഷ്യന് പ്രത്യക്ഷനായ ശത്രുവായിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാഇൽ പ്രസംഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ശൈത്താന ഖദ് ഐസൻ യഅബ്ദുഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്.
ഈ ജസീറത്തുൽ അറബിൽ നമസ്കരിക്കുന്ന ആളുകൾ ഇനി അവനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് ശൈത്താൻ നിരാശപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി അവന് പ്രതീക്ഷയില്ല. വലാകിൻ തഹരീക്ക് ബൈനഹും, പക്ഷെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതിൽ അവനൊരിക്കലും ആശ മുറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഭിന്നിപ്പും കക്ഷിത്വവും ഉണ്ടാക്കുന്നതിൽ പിശാച് വളരെ മധ്യശ്രദ്ധനാണ് ഇപ്പോഴും. അത് വേണ്ടതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശിർക്കും വിധത്തും ചെയ്തിട്ട് എന്തായാലും ഇപ്പൊ നരകത്തിലെത്തിക്കാൻ കഴിയൂല എന്നറിയാം. എന്നാ പിന്നെ ഇങ്ങനത്തെ ഫിത്നകൾ ഉണ്ടാക്കിയിട്ട് ആളെ നരകത്തിലെത്തിക്കളയാം എന്നതാണ് ശൈത്താന്റെ പരിപാടി. അതുകൊണ്ട് ഈ പറയുന്ന എന്നെ ആയാലും നിങ്ങളെ ആയാലും ആരെ ആയാലും പിശാച് ഇതുപോലെയുള്ള കുഴപ്പങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്തും, നമ്മുടെ സമീപനങ്ങളെ ഉപയോഗപ്പെടുത്തും എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഈ മുഖവരിയോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിന്റെ പ്രധാന വശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൗദി ഉലമാക്കൾ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനാണോ ഷെയ്ഖ് അൽബാനി? നമ്മൾ ചിന്തിച്ച് പഠിക്കണം. അവരാരും അംഗീകരിക്കാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് സലഫിയാണോ അദ്ദേഹം? അദ്ദേഹം സലഫിയത്തിൽ വലിഞ്ഞു കയറി വന്ന ആളാണെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോ ഷെയ്ഖ് ഹുസൈമീനോ അങ്ങനെ പ്രമുഖരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് നാം പരിശോധിക്കേണ്ടത്. ഇത് ഇന്ന് സൗദി അറേബ്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇമാമുൽ അൽബാനി ദുറൂസുൻ വ മവാഖിഫുൻ വ ഇബർ എന്നൊരു ഗ്രന്ഥം. ഇത് ഷെയ്ഖ് ദക്തൂർ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുള്ള അസ്തദ്ഹാൻ എന്ന് പറഞ്ഞ പണ്ഡിതനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് തഖദീം ചെയ്തിട്ടുള്ളത് സൗദിയിലൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥം എഴുതിയാൽ അവരെക്കാൾ വലിയൊരു പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൻ്റെ ഒരു മുഖവര കൊടുക്കും. അത് ആ പുസ്തകത്തിന്റെ വെയിറ്റ്. ആരാണ് ഇതിന് തഖദീം ചെയ്തത് എന്ന് ചോദിക്കും. ഇതിന് തഖദീം ചെയ്തിട്ടുള്ളത് ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു അഖീൽ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഹനാബില. സൗദിയിൽ ഭൂരിഭാഗം ഹംബലി പണ്ഡിതന്മാരാണ്. ഹംബലി പണ്ഡിതന്മാരുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു അഖീൽ എന്ന വലിയ പണ്ഡിതനാണ് ഇതിന് മുഖവര എഴുതി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ മുഖവരയിലുള്ളത് ഷെയ്ഖ് അബ്ദുല്ലാഹി അബ്ദുൽ അഖീലുൽ അഖീൽ. അദ്ദേഹം പറയാണ്, ഹംദും സ്വലാത്തും പറഞ്ഞ ശേഷം അള്ളാഹു അവരുടെ ദീനിനെ സംരക്ഷിക്കുക എന്നതിൽപ്പെട്ടതാണ് ഓരോ കാലഘട്ടത്തിലും ദീനിനെ പുതുക്കുകയും പരിഷ്കരിക്കുന്ന പണ്ഡിതന്മാരെ അതിനുവേണ്ടി അള്ളാഹു ഏർപ്പാടാക്കുന്നു എന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ആചാരങ്ങളെ സംരക്ഷിക്കുകയും സുന്നത്തുൽ മുഹമ്മദിയ നബിചര്യയുടെ കൊടിയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നത്. അങ്ങനെ അള്ളാഹു അതിനുവേണ്ടി പ്രത്യേകം പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ സുന്നത്തിനെ സഹായിക്കുകയും ദീനിന്റെ പാലുകൾ വിസ്മരിച്ചു പോയ ദീനിനെ ആളുകൾക്കിടയിൽ പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഗൈറുഹും. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിലുള്ളത്. എന്നാൽ അദ്ദേഹം പറയാൻ കാലത്ത് ഖിദ്മത്തുൽ ഹദീസ് മഅറൂഫത്തുൻ ഫി ഉലമാഇ മില്ലത്തിൽ ഉസൂൽ ഖരീബ. ഈ അടുത്ത കാലത്തായി നബിചര്യക്കുള്ള ഖിദ്മത്ത്, നബിയുടെ ചര്യയോടുള്ള സേവനം, അത് ഇന്ത്യൻ പണ്ഡിതന്മാരിൽ നിന്നും വളരെയേറെ അറിയപ്പെട്ടിരുന്നു. നമ്മുടെ മശായിഖുമാർ പലരും, അതായത് സൗദിയിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ അടുത്ത് വന്നിട്ട് ഹദീസ് പഠിച്ചിരുന്നു എന്നാണ് ഖബറുകൾ എടുത്തു പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ വർത്തഹലൈഹിം മശായിഖുനാ ലിതലഖീഹി അന്നും മിസ്ല ശൈഖിനാ അലി അബൂവാദി وشيخنا الشيخ عبد الله القرعاوي وقضى الشيخ مشايخنا مثل الشيخ سعد بن عبد الرحمن آل الشيخ والشيخ سعد بن عتيق وغيرهما فسافروا للهند واخذوا علم الحديث العلماء أجلاء. വടക്കേ ഇന്ത്യയിലുള്ള മഹാപണ്ഡിതന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാരെടുത്ത് സൗദി അറേബ്യയിൽ നിന്ന് ലോക നാനാഭാഗത്തും ആളുകൾ വന്ന് ഹദീസ് പഠിച്ചിരുന്നു. കണ്ടോ? അത് ആരൊക്കെയാണ്? ഉന്നതന്മാരായ ഇന്ത്യൻ പണ്ഡിതന്മാർ. ഷെയ്ഖ് മശായിഖുന ഷെയ്ഖുൽ മുഹദ്ദിസ് അഷ്ശൈഖ് നദീർ ഹുസൈൻ. ഷെയ്ഖ് നദീർ ഹുസൈൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു മുഹദ്ദിസായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് വതലാമിദു ശംസുൽ ഹഖുൽ അലീമാബാദി വഅബ്ദുറഹ്മാൻ മുബാറക് പൂരി വഅഹ്മദുല്ലാഹി ദഹ്ലവി വഗൈറുഹും. അങ്ങനെ ഇന്ത്യൻ പണ്ഡിതന്മാരുടെ ഹദീസിന്റെ സേവനങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. വഅഖീറൻ ജാ ശൈഖുൽ അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി ഫഖദമ സുന്ന. അങ്ങനെ അവസാനമായിട്ട് അല്ലാമ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതൻ എന്നാണ്. ആലിം എന്നതിന്റെ ഫഅാല് വചനം, അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള ആള്. അദ്ദേഹം മുഹമ്മദ് നാസിർ അൽബാനി എന്ന് അദ്ദേഹം നബിചര്യക്ക് സേവനം ചെയ്തു. വഹഖഖ ഉലൂമൽ ഹദീസ് റിവായത്തൻ വദിറായത്തൻ. ഹദീസ് വിജ്ഞാനത്തെ റിവായത്തിലൂടെ ഖിറാഅത്തിലൂടെയും അദ്ദേഹം തഹ്ഖീഖ് നടത്തി. വഅതമദ الناس على اقواله في نسبة الحديث وتصحيح وتضعيفه. ഒരു ഹദീസ് അതിന്റെ ആരാണ് ഉദ്ധരിച്ചത് എന്ന് പറയുന്നതിലും അത് സഹീഹാണോ വഈഫാണോ എന്ന് പറയുന്നതിലും ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവലംബിച്ചു.
وغير ذلك അതല്ലാത്ത കാര്യങ്ങളും وبذلك أصبح الإمام الألباني محدث العصر بلا منازع. അങ്ങനെ തർക്കമില്ലാത്തവണ്ണം ഈ കാലഘട്ടത്തിലെ മുഹദ്ദിസായി ഇമാം അൽബാനി മാറിക്കഴിഞ്ഞു. فإنا لا نعلم أحدا أفاض في الحديث من بعد أصحاب الحافظ بن حجر إلى وقتنا الحاضر مثله. കണ്ടോ, ഇബ്നു ഹജർ അസ്കലാനിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും ശേഷം നമ്മുടെ ഈ കാലഘട്ടം വരെ ഹദീസിന് ഇത്രയേറെ സേവനം ചെയ്ത ഉപകാരം ചെയ്ത ഒരാളെയും നമുക്കറിയുകയില്ല. ഇത് വലിയ പണ്ഡിതന്റെ സാക്ഷ്യപത്രമാണിത്. ഫഖദ് അല്ലഫ അൽ-മുഅല്ലഫാത്തുൽ അളീമ അൻ-നാഫിഅ, വളരെ ഉപകാരപ്രദമായ മഹത്തായ ഗ്രന്ഥങ്ങൾ ശൈഖ് അൽബാനി രചിച്ചിട്ടുണ്ട്. വഅലാ റഅസിഹ, അതിന്റെ ഉന്നത സ്ഥാനത്തുള്ള ഗ്രന്ഥമാണ് സിൽസിലത്തുൽ അഹാദീസ് സഹീഹ, സഹീഹായ ഹദീസുകളുടെ പരമ്പര. കുറേ വാല്യങ്ങളുണ്ടത്. വസിൽസിലത്തുൽ അഹാദീസ് ദഈഫ, ഇസ്ലാമിക ലോകത്ത് പ്രചരിച്ചിട്ടുള്ള ദുർബല ഹദീസുകൾ അത് കണ്ടെത്തിയിട്ട് അതിന്റെ ദുർബലീകരിക്കുന്ന ദുർബല ഹദീസുകളുടെ സീരീസ്. വമുഖ്തസറൈ സഹീഹൈൻ, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മുഖ്തസറുകൾ. വഇർവാഉൽ ഖലീൽ, അതായത് ഇബ്നു മുബയ്യാന്റെ മനാറുസ് സബീലിലുള്ള ഹദീസുകളെ തഖ്രീജ്, ആയിരക്കണക്കിന് ഹദീസുകളെ തഖ്രീജ് പറഞ്ഞിട്ടുള്ള ഇർവാഉൽ ഖലീൽ. വഹാദൽ അഖീർ ഖതമ കുതുബൻ ഹനാബില ഖിദ്മതൻ അലീമതൻ ലിസ്ബഖ ഇലൈഹ. ഹംബലി മദ്ഹബിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറയാണ്, ഹംബലി ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം ചെയ്ത മഹത്തായ സേവനമാണിത്. ഇത് മുമ്പ് ആരും ചെയ്തിട്ടില്ലാത്തൊരു സേവനമാണ്. കാരണം ഇബ്നു മുബയ്യാന്റെ മനാറുസ് സബീലിലുള്ള 1000-ലധികം വരുന്ന ഹദീസുകളെ തഖ്രീജ് ചെയ്തു വന്നത് ശൈഖ് അൽബാനിക്ക് വലിയ സേവനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വമിൻ ഹസനാത്തി ഹാദൽ ഇമാം അന്നഹു അഹ്യാ ഫിൽ ഉമ്മത്തി അൽ-ഇഹ്തിമാം ബി തഹ്നീസിൽ ഹദീസ് സഹീഹ് മിനൽ ളഈഫ്. കണ്ടോ, ഇദ്ദേഹത്തിന്റെ നന്മകളിൽപ്പെട്ടതാണ് ഉമ്മത്തിൽ അദ്ദേഹം സഹീഹായ ഹദീസുകളെ ശുദ്ധീകരിച്ച് അത് മാത്രം സ്വീകരിക്കുന്നതിലുള്ള ഒരു താല്പര്യം, അതിനുള്ള ഒരു പ്രത്യേക പരിഗണന നൽകൽ ഉമ്മത്തിൽ ഉണ്ടായിത്തീർന്നു എന്നത് അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ലഈഫ് മാറ്റിവെച്ച് സഹീഹിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രവണത, അതിനുള്ളൊരു ജാഗ്രത ഉമ്മത്തിൽ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. സവാഉൻ ഫീ കുതുബിൽ ഹദീസ് വൽ ഫിഖ് വഗൈരിഹ, ഹദീസിന്റെ ഗ്രന്ഥത്തിലാകട്ടെ ഫിഖിന്റെ ഗ്രന്ഥത്തിലാകട്ടെ ഹദീസ് കണ്ടാൽ സഹീഹ് മാത്രം എന്നത്. സവാഅത മബ്ദഅ അത്തഖല്ലുദ് ബിസ്സുന്ന വൽ ഹദ്രി മിനൽ ബിദ്അ, സുന്നത്തിനെ മുറുകെ പിടിക്കുക, എപ്പോഴും സുന്നത്തിൽ പരിമിതപ്പെട്ടു നിൽക്കുക, ബിദ്അത്തിനെ സംബന്ധിച്ച ആളുകളെ ജാഗ്രതപ്പെടുത്തുക. വദഖറത്തുൽ അമൽ ബിദ്ദലീൽ, തെളിവനുസരിച്ച് അമൽ ചെയ്യുക. ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള തത്വങ്ങളാണ്, അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ള തത്വങ്ങളാണ്. അശാഹാദിഹിൽ ഉമൂറ ഫീ തബഖാത്തിൻ തജാവസൽ ഉലമാ വതലബത്തുൽ ഇൽമി ഇലാ ഉമൂമിൽ മുസഖഫീന വ മുഹിബ്ബിയ സുന്ന. ഇതൊക്കെ മുമ്പേ ഉള്ളതാണെങ്കിലും പണ്ഡിതന്മാർ അത് വിസ്മരിക്കുകയോ പൊതുജനങ്ങൾ അത് അറിയാതെ പോവുകയോ ചെയ്ത കാലഘട്ടത്തിൽ അതിനെ വീണ്ടും പുനരുദ്ധരിക്കുകയും ഓർമ്മപ്പെടുത്തുകയും അതിന് കൂടുതൽ പ്രചാരം നൽകുകയും ചെയ്തു എന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ഈ സേവനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ മാത്രം ഒതുക്കി നിന്നില്ല, അതിനപ്പുറത്തേക്ക് വിദ്യാസമ്പന്നരായ ആളുകളിലേക്കും സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകളിലേക്കും അത് കടന്നിട്ടുണ്ട്. ولما كان سماحته بهذه المنزلة كان من حقه على طلبته ومحبه أن يبروه ويبرزوا مناقبه وأخباره. അദ്ദേഹം ശൈഖ് അവറുകൾ ഇത്രയും മഹത്തായ ഒരു സ്ഥാനത്തുള്ള ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തോടുള്ള കടമയാണ് അദ്ദേഹത്തോട് നന്മ ചെയ്യുക എന്നത്, അദ്ദേഹത്തിന്റെ വിശിഷ്ട ഗുണങ്ങൾ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നത്, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആളുകൾ അറിയിക്കുക എന്നത്. പരിശുദ്ധ സുന്നത്തിനും അതിന്റെ വാഹകർക്കും അദ്ദേഹം ചെയ്യുന്നൊരു സേവനമായി, പരലോകത്ത് കൂലി കിട്ടുന്ന ഒരു കാര്യമായി ഇതിനെ കാണുക എന്നതും. വഖദ് കസറത്ത് ബിഹംദില്ലാൽ കിതാബാത്തുൽ മുനവ്വഹത്തു ബിഫദ്ലിഹി, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ എടുത്തു പറയുന്ന പ്രശംസിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ശൈഖ് അവറുകൾ എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥം അത് അദ്ദേഹം പ്രശംസിച്ച് സംസാരിക്കുകയാണ്. ഇതെഴുതിയ ആൾക്കും എഴുതപ്പെട്ട ശൈഖ് അൽബാനിക്കും വേണ്ടി അദ്ദേഹം മംഗളം നേർന്നുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ മുഖദ്ദിമ അവസാനിപ്പിക്കുന്നത്. ഞാനിത് വായിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഇന്ന് സൗദി അറേബ്യയിൽ എല്ലാ തുല്ലാബിൽ നിന്നും അറിയുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അഖീൽ എന്ന് പറയുന്നത്. ഷെയ്ഖ് സദ്ഹാനും അതുപോലെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഈ പറഞ്ഞ ആളുകൾ പറയുന്നത് പോലെ അത് റബീ കോക്കസിൽപ്പെട്ട ആളൊന്നുമല്ല. ഒരു പറഞ്ഞപ്പോൾ അങ്ങനെ റബീ കോക്കസ്, അൽബാനി കോക്കസിൽപ്പെട്ട ആളാണ്. അങ്ങനത്തെ ആളൊന്നുമായി നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധ്യമല്ല. അത് ഇത്രയും വലിയ ഒരു പണ്ഡിതൻ, അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് എന്താ? ഇമാം അഹ്മദ്, ഇബ്നു തൈമിയ, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ആ സീരീസിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് അൽബാനി. അദ്ദേഹം മുഹദ്ദിസാണ്, മുജദ്ദിദാണ്. കണ്ടോ,
അസ്കലാനിക്ക് ശേഷം ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട നിങ്ങൾ, ഇത് മാത്രം മതി അദ്ദേഹത്തെ കുറിച്ച് സൗദി ഉലമാക്കളുടെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഇനി ഈ പുസ്തകത്തിന്റെ 217 പേജിൽ മകാനത്തുൽ ഇൽമിയ്യ വ സനാഉൽ ഉലമാഇ വൽ ഉലമാഇ വൽ കുത്താബി അലൈഹി, അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ സ്ഥാനം, പദവി, മാത്രമല്ല പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പുകഴ്ത്തലുകൾ, അതാണ് ഇതിന്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആളുകൾ അദ്ദേഹം അറിയാതെ തന്നെ പുകഴ്ത്തുക എന്നത് അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഈ കിതാബിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അദ്ദേഹം സുന്നത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയായിട്ട് അതിന് നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലി ശൈഖ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ പഴയ മുഫ്തി, അദ്ദേഹത്തിന്റെ വാക്കാണ് ഇതിൽ ആദ്യം എടുത്തു കൊടുക്കുന്നത്. എന്താ അദ്ദേഹം അല്ലാമ അൽബാനിയെ പറ്റി പറഞ്ഞത്? തന്റെ സഹോദരൻ അല്ലാമ അൽബാനി സാഹിബ് സുന്നത്തിന്റെ ആളാണ്. കണ്ടോ, സുന്നത്തിനെ സ്നേഹിക്കുന്ന, സത്യത്തെ സഹായിക്കുന്ന ആളാണ്. ബാത്തിലിന്റെ ആളുകൾക്ക് ഇതിൽ പോരാടുന്ന ആളാണ്. കണ്ടോ, ഇതാണ് മുഹമ്മദ് ഇബ്രാഹിം ആലി ശൈഖ് പറഞ്ഞിട്ടുള്ളത്. ഇത് പല ഗതികളിലും ഇദ്ദേഹത്തിന്റെ ഈ വാക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഫ്തി അബ്ദുൽ അസീസ് ആലി ശൈഖ്, അദ്ദേഹം ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മുമ്പുള്ള മുഫ്തിയാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞത്, ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ കേൾപ്പിക്കാം. ഇത് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഏതാണ്ട് 1405 എന്ന് പറഞ്ഞ 30 കൊല്ലം മുമ്പ് ഹയാത്തുൽ അൽബാനി വ ആസാറുഹു എന്ന പേരിൽ കുവൈറ്റിലുള്ള ഒരു പണ്ഡിതൻ ശൈഖ് അൽബാനിയുടെ ഒരു ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളുമൊക്കെ പരിചയപ്പെടുത്ത ഒരു ഗ്രന്ഥം രചിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇബ്നു ബാസിന് കത്തെഴുതി. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ പണ്ഡിതനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കത്തെഴുതി. അപ്പൊ അദ്ദേഹം മുഹമ്മദ് ഇബ്രാഹിം ശൈബാനിക്ക് നൽകിയ മറുപടിയിൽ അശൈഖുൽ അൽബാനി മഅറൂഫുൻ അന്നഹു മിൻ അഹ്ലിസ് സുന്നah വൽ ജമാഅ, അദ്ദേഹം അഹ്ലുസ് സുന്നah വൽ ജമാഅത്തിൽപ്പെട്ട പണ്ഡിതനായി അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. വമിൻ അൻസാറുസ് സുന്നah, സുന്നത്തിനെ സഹായിക്കുന്ന ആളുകളിൽപ്പെട്ട ആളാണ്. വമിൻ ദുആത്തുസ് സുന്നah, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളിൽപ്പെട്ടാണ്. വമിനൽ മുജാഹിദീന ഫീ സബീലി ഹിഫ്ദിസ് സുന്നah, നബിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജിഹാദ് നടത്തുന്ന ആളുകളിൽപ്പെട്ടതാണ്. നിങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ അഖീദയെ സംബന്ധിച്ച് പറയാണ്, അശൈഖ് മഅറൂഫുൽ ലദൈന ബിഹുസ്നിൽ അഖീദത്തി വസ്സിറ വമുവാസലത്തി ദഅവതി ഇലല്ലാഹ്. ഇതാണ് ഇബ്രാഹിം ശൈബാനി കൊടുത്ത മറുപടിയിലുള്ളത്. മറ്റത് വേറെ സ്ഥലത്ത് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഇബ്രാഹിം ശൈബാനിക്ക് അദ്ദേഹം എഴുതിയത്. ശൈഖ് നമ്മുടെ അടുക്കൽ അറിയപ്പെട്ട ആളാണ് ബിഹുസ്നിൽ അഖീദത്തി വസ്സിറ, നല്ല സ്വഭാവം കൊണ്ടും നല്ല അഖീദ കൊണ്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ അഖീദ നല്ലതാണെന്നാണ് ഇബ്നു ബാസ് പറയുന്നത്. വമുവാസലത്തി ദഅവതി ഇലല്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ദഅവത്ത് തുടരുന്ന കാര്യത്തിലും മഅമാ യബ്ദുലു മിനൽ ജുഹൂദിൽ മസ്കൂറ ഫിൽ ഇനായത്തി ബിൽ ഹദീസ് ശരീഫ്, ഹദീസ് ശരീഫിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ സുദീർഘമായ സേവനങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. വബയാനുൽ ഹദീസ് സഹീഹി മിനൽ ദഈഫ് വൽ മൗദൂ, ദഈഫും മൗദൂമായ ഹദീസുകളിൽ നിന്നും സഹീഹായ ഹദീസുകളെ പുറത്തെടുത്ത് വിവരിക്കുന്നതിലും وما كتبه في ذلك من الكتابات الواسعة كله عمل مشكور ونافع للمسلمين. ആ വിഷയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വിശാലമായ കൃതികൾ അതെല്ലാം സുത്യർഹമായ പ്രവർത്തനങ്ങളും മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്രദവുമാണ്. അദ്ദേഹത്തിന്റെ പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല മാർഗത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുവാൻ അല്ലാഹു അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിജയം കാണട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ് ശൈഖേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നല്ല അഖീദയുള്ള ആളാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്, ഹദീസിന് വളരെ സേവനം ചെയ്തിട്ടുള്ള ആളാണ്. ഇത് വളരെ മുമ്പ് പറഞ്ഞല്ലേ, പിന്നീട് മാറിയിട്ടില്ല, മരിക്കും വരെ മാറിയിട്ടില്ല. ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരിക്കൽ ഹജ്ജിന് മിനായിൽ ഒരുമിച്ച് കൂടി. ശൈഖ് ഇബ്നു ബാസ് ഉണ്ട്, ശൈഖ് ഉസൈമീൻ ഉണ്ട്, ശൈഖ് അൽബാനിയുമുണ്ട്.
വല്ലാത്തൊരു സംഗമമായിരുന്നു അത്. അന്ന് തൊല്ലാവിൽ നിന്നൊക്കെ വളരെയേറെ സന്തോഷിച്ചൊരു സന്ദർഭമാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അഖീദയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്ന ഇബ്നു ബാസിനോട് പറയും, നിങ്ങൾ മറുപടി ഒടുക്കുകയും ഫിഖ്ഹുമായി ബന്ധപ്പെട്ടത് കൊണ്ടാൽ ഉസൈമിനോട് പറയും, കണ്ടോ, ഹദീസുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് അൽബാനി പറയട്ടെ എന്നാ. അങ്ങനെ ഇരിക്കാൻ ളുഹ്ർ നിസ്കരിക്കാനായി ആരായിരിക്കും ഇമാമ് നിൽക്കാതെ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ഷെയ്ഖ് അൽബാനി പറഞ്ഞു ഇബ്നു ബാസ് നിൽക്കട്ടെ. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു ഞാൻ നിൽക്കില്ല. ഖുർആന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും സമാണ്. ഖുർആൻ നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിച്ചത് സമാണ്. പിന്നുള്ളത് ഹദീസുകാർക്ക് അധികം അറിവുന്നാ നോക്കണ്ടേ, അത് നിങ്ങളാണ്, അത് നിങ്ങൾ വെക്കണം. അങ്ങനെ ഷെയ്ഖ് ഹുസൈമീൻ ഷെയ്ഖ് ഇബ്നു ബാസ് ഇമാം നിർത്തിയത് ആരെയാണ്? ഇത് വളരെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവമാണ്. മനസ്സിലായില്ലേ? ഷെയ്ഖ് ഇബ്നു ബാസ് മരിക്കുന്നതിന്റെ മുമ്പ് ഇബ്നു ബാസും അൽബാനി ഒരേ വർഷമാണ് മരിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ അവസാനം വരെയും ഷെയ്ഖ് അൽബാനിയോടുള്ള അവർക്കുണ്ടായിരുന്ന മതിപ്പ് ഒരു കാലത്തും കുറഞ്ഞു പോയിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് അദ്ദേഹത്തെ ഇമാമ് നിർത്തിയിട്ട് പറഞ്ഞെന്താ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ ഞാൻ ദീർഘമായി നിസ്കരിക്കേണ്ടതുണ്ടോ, അതല്ല ചുരുക്കണോന്ന് ചോദിച്ചു ഇബ്നു ബാസിനോട്. നിങ്ങൾ റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിച്ചോടിനാണ് ആര്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, അതായിരുന്നു പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള നിലപാട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആരോപണം ഉണ്ടായപ്പോഴും ഷേഖ് അവറുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ഒരാള് ലേഖനമാക്കി, ചെറിയ ഒരു ഇത് ഷേഖ് അൽബാനിയെ സംബന്ധിച്ച് ഒരു വാക്യത്തും ചസീറത്തും തെറിച്ച് അമ്മാലിയുടെ ഹൗല ഷേഖ് അൽബാനി ഫി ഹാദിഹിൽ അയ്യാം വകുല്ലുഹാ ഫി നമത്തിൻ വാഹിദ് ഫമാ റഅയി സമാഹത്തുക്കും ഫീ ദാലിക്. ഷേഖ് അൽബാനിയെ ചുറ്റിപ്പറ്റി ധാരാളം ചോദ്യങ്ങൾ ഈ കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എല്ലാം ഒരേ ശൈലിയിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഷേഖ് അൽബാനി മഅറൂഫുൻ അന്നഹു മിൻ അഹ്ലി സുന്ന വൽ ജമാഅ വമിൻ അൻസാരി സുന്ന. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യം, അദ്ദേഹം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട സുന്നത്തിനെ സഹായിക്കുന്ന ആളുകൾപ്പെട്ട ആളാണ്. വല്ലദീ തകല്ലമ ഫീഹി ഖദ ഗലത വഅഖ്ത. അദ്ദേഹത്തെ കുറിച്ച് വിമർശിച്ച് സംസാരിക്കുന്ന ആളുകൾ, അവർക്ക് അബദ്ധം പറ്റി, അവർ പഴച്ചുപോയി. ഇബ്നു അസ്കർ അദ്ദേഹത്തെ വിമർശിച്ച ഒരാളാണ്. അബ്ദുൽ അസീസ് അസ്കർ അത് ഗലത, അദ്ദേഹത്തെ അബദ്ധം പറ്റി, പഴച്ചു. അദ്ദേഹം ചില പണ്ഡിതന്മാർ അബ്ദുൽ അസീസ് അസ്കറിന് വ്യക്തമായ മറുപടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ വിശിഷ്ടരായ സഹോദരങ്ങളിൽപ്പെട്ട ആളാണ്. സുന്നത്തിന്റെ കാര്യത്തിൽ അനുഗ്രഹീതമായ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വലൈസബി മാസൂമിൻ, പക്ഷെ അദ്ദേഹം മാസൂമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, തെറ്റുപറ്റാത്ത ആളാണെന്ന് പറയുന്നില്ല. കുല്ലുൻ യുക്തി വയുസീബ്, തെറ്റും ശരിയും ആർക്കും സംഭവിക്കാം, മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകും. കുല്ലു വാഹിദ് യുക്തി വയുസീബ്. യഖൂലു ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്, മാ മിന്ന ഇല്ലാ റാദ്ദുൻ ലഹു മർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദിൽ ഖബർ യഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാളുടെ വാക്കുകളും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഈ ഖബറിന്റെ ഉടമയായ റസൂലിന്റേതൊഴികെ എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ എടുത്തു കൊടുത്തു. കുല്ലു ആലിമിൻ ലഹു അഖ്താ, ഏതൊരു ആലിമിനും അബദ്ധങ്ങൾ ഉണ്ടാകും. അശ്ശാഫി വമാലിക് വഅബൂ ഹനീഫ വഅഹ്മദ് വസൗരി വൽ ഔസാഇ, കണ്ടോ, ഇവരൊക്കെ അറിയപ്പെട്ട ഇമാമിങ്ങളാണ്. വമൻ ബഅദഹും ഇലാ അസ്രിനാ ഹാദാ, അവർക്ക് ശേഷം നമ്മുടെ ഈ കാലഘട്ടം വരെയുമുള്ള പണ്ഡിതന്മാർ എല്ലാം കുല്ലു വാഹിദ് മാ യസ്ലമു മിനൽ ഖതാ കുല്ലു ബനി ആദമ ഖതാഉൻ, അവരൊരാളും അബദ്ധത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും അബദ്ധം പറ്റുന്നവരാണ്. കണ്ടോ, ലാകിന്നഹു മഅറൂഫുൻ മിൻ അൻസാരി സുന്ന വമിൻ ദുആത്തി സുന്ന വമിൻ ഹിഫാദി സുന്ന വമിൻ അൽമുജാഹിദീന ഫി ഹിഫ്ദി സുന്ന വഫഖഹു അല്ലാഹു വദാഹു ഖൈറാ. അതുകൊണ്ട് അദ്ദേഹം സുന്നത്തിന്റെ സേവകനാണ്, സുന്നത്തിനെ സംരക്ഷിക്കുന്ന ജിഹാദ് ചെയ്യുന്ന ആളാണ്, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, സഹായം നൽകട്ടെ എന്നാണ് ഷേഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ലജ്നത്ത് ദാഇമ, അതായത് സൗദി അറേബ്യയിലുള്ള ഫത്വയ്ക്ക് വേണ്ടിയുള്ള പെർമനന്റ് കമ്മിറ്റി, ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഷേഖ് ഹനബിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ അൽബാനിയെ കുറിച്ചും പറയേണ്ടതാണ്, പക്ഷെ മരിച്ച ആളായതുകൊണ്ട് തൽക്കാലം വെറുതെ വിട്ടതാണ്, ഒരു ഔദാര്യം എന്ന നിലയ്ക്ക്. നോക്കണം നിങ്ങൾ, ഇതൊന്നും ലജ്നന്റെ ആളുകൾ പറഞ്ഞില്ല, ഇയാൾ പറയാണ്, ഓരോരുത്തരും അടിച്ചുവിടന്നെ, മനസ്സിലായില്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അധ്യക്ഷനായിരുന്ന ലജ്ന ദാഇമയോട് ഷേഖ് ചോദിച്ച ചോദ്യം, യാ ഫളീലത്ത ശൈഖ്
قد كثر الكلام في أيامنا هذه من أحد العلماء العامل لنصرة هذا الدين ألا وهو محمد ناصر الدين الألباني. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സുന്നത്തിനെ ഈ ദീനിനെ സഹായിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വയസ്തഹിമൂലഹൂബി അന്നഹു ഇൻസാനിന്റെ ഇൽമലഹു, അതവർ അറിവുമില്ലാത്ത പണ്ഡിതനാണെന്നാണ് ചില ആളുകൾ ആരോപിക്കുന്നത്. എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ട ആളാണ് അദ്ദേഹം എന്നൊക്കെ ചില ആളുകൾ പറയുന്നത്. വൈന ഹുനാക്കമൽക്കാൻ ഇന്നീ ബദൽത്തു അബുതലഹൂക്കില്ല. ചില ആളുകൾ ഇത്ര വരെ ഈ പ്രചരണം കേട്ടിട്ട് എനിക്കിപ്പോൾ അദ്ദേഹത്തോട് വെറുപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുവരെ ചില ആളുകൾ പറയുന്നുണ്ട്. ഫഹൽ തറ അന്ന ഹാദൽ അവല്ലദീ യഖൂം ബിഹി ആദിൽ ഉസ്താദുൽ ഫാദിലുൽ കരീം വലസ്തു മുതഅസ്സിബൻ ലഹു. ഇത് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന്? ഞാൻ അദ്ദേഹത്തിന്റെ ഈ പക്ഷപാതിയൊന്നുമല്ല. ഞാൻ എഹ്തിറാമിലൂടെ മുതഅസ്സിബൻ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും ഞാൻ അദ്ദേഹത്തിന് മുതഅസ്സിബ് ആകുന്നതിന് അദ്ദേഹത്തോടുള്ള പക്ഷപാതിയാകുന്നതിന് അനിവാര്യമാക്കുന്നില്ല. ഇദ്ദേഹം ഇസ്ലാമിനും മുസ്ലിമുകൾ സേവനം ചെയ്യുന്ന ആളല്ല, ഇദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ കുഴപ്പമുണ്ടാക്കൽ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് സൂര്യ അഫ്ഗാനിസ്ഥാൻ സിറിയയിലും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചും സംസാരിക്കാതെ എപ്പോഴും സൈന്യം നൈഫും പറഞ്ഞ് കാലം കഴിക്കുകയാണ് ഇയാള് എന്നൊക്കെ ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. എന്താണ് കലിമത്തുക്കുമിൽ അഖീറൻ ഹാദൽ ഉസ്താദ്? ഒരു സാധാരണക്കാരന്റെ ഈ ഉസ്താദിനെ പറ്റി നിങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത് എന്താണ്? അതിന് ലജ്ന ദായിമ കൊടുക്കുന്ന മറുപടി അർറജുലു മഅറൂഫുൻ ലദൈനാ ബിൽ ഇൽമി വൽ ഫളൽ വതഅലീമി സുന്നത്തി വഖിദ്മത്തിഹാ. ഇദ്ദേഹം നമ്മുടെ അടുക്കൽ ഇൽമു കൊണ്ടും ഫളൽ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും സുന്നത്തിനെ ആദരിക്കൽ കൊണ്ടും അതിനുള്ള ഖൈദമത്തുകൾ കൊണ്ടും അറിയപ്പെട്ട വ്യക്തിയാണ്. വതഹീദ് മദ്ഹബി അഹ്ലുസുന്ന വൽ ജമാഅ. കണ്ടോ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ വീക്ഷണങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും അറിയപ്പെട്ട ആളാണ്. ബിതഹദീരി മിന തഅസ്സുബി, പക്ഷപാതിത്വത്തിനെതിരിൽ ആളുകളെ ജാഗ്രതപ്പെടുത്തുക, അതിനെക്കുറിച്ച് ഉണർത്തുക. തഖലീദിന്റെ അമ, അതുപോലെ തന്നെ അന്ധമായ തഖലീദിനെതിരിലും അതിനെതിരിലുമൊക്കെ ആളുകളെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. വഖുതുബുഹു മുഫീദത്തുൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വളരെ പ്രയോജനപ്രദമാണ്. വലാകിന്നഹു കഗൈരിഹി മിനൽ ഉലമാ ലൈസ ബിമഅസൂമിൻ. പക്ഷേ അദ്ദേഹത്തിന് പുറമുള്ള മറ്റു പണ്ഡിതന്മാരെ പോലെ തന്നെ അദ്ദേഹം മാസൂമല്ല, തെറ്റുപറ്റാത്ത ആളല്ല. യുക്തി വയുക്തി, തെറ്റും ശരിയും ഒക്കെ സാധാരണ ഉണ്ടാവും. വനർജുലി ഇസ്ലാമത്തി അജറൈനി, അദ്ദേഹത്തിന് ശരിയായാൽ 2 കൂലിയും ഈ അബദ്ധം പറ്റിയാൽ തന്നെ ഇത്തിഹാദിന്റെ 1 കൂലിയും അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നമ്മൾ ആശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, ഇദാ ഹക്കമൽ ഹാകിമു ഫജ്തഹദ ഫഅസാബ ഫലഹു അജ്റാൻ വഇദാ ഹക്കമു ഫജ്തഹദ ഫഅഖ്തഹ ഫലഹു അജ്റുൻ വാഹിദ്. ഒരാള് ഇജ്തിഹാദ് നടത്തി തെറ്റിപ്പോയാൽ 1 കൂലിയും ശരിയായാൽ 2 കൂലിയും ഉണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. വനസ്അലുല്ലാഹു യുവഫിഖനാ വഇയ്യാകും വഇയ്യാഹു ലിത്തബാത്തി അലൽ ഹഖ് വലഅസ്ലത്തി മിൻ മുദില്ലാത്തിൽ ഫിതൻ. അതുകൊണ്ട് നമുക്കും നിങ്ങൾക്കും ഒക്കെ തൗഫീഖ് ലഭിക്കുവാനും ഹഖിൽ ഉറച്ചു നിൽക്കുവാനും ഫിതനകളുടെ വഴിതെറ്റിക്കലുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. വബില്ലാഹി തൗഫീഖ്. ആരൊക്കെയാണ് അത് ഒപ്പിട്ടത്? അബ്ദുല്ലാഹിബിൻ ഫുറൂഖ്, അബ്ദുല്ലാഹിബിൻ ഉദയ്യാൻ, അബ്ദുൽ റസാഖ് അഫീഫി, അബ്ദുൽ അസീസ് അബ്ദുല്ലാഹിബിൻ ബാസ്. കണ്ടോ, ലജ്ന ദായിമയുടെ ഫത്വയാണത്. അതുപോലെ തന്നെ മറ്റൊരു ഫത്വയില് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ മിൻഹാജു സാലിഹീൻ മിൻ അഹാദീസ് വ സുന്നത്തി ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ എന്ന ഇസ്ദുദ്ദീൻ വലിയത്തിന്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടി. അതിൽ ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ദാവൂദ് നബിക്ക് അല്ലാഹു വഹയ നൽകി എന്ന് തുടങ്ങുന്ന ദാവൂദ് നബിയെ കുറിച്ചുള്ള ഒരു ഹദീസ് അതിലുണ്ട്. തമ്മാമ് ഇബ്നു അസാഖിദ് ദൈലമി പോലുള്ളവർക്ക് അബ്ദുറഹ്മാൻ ബിൻ കഅബ് അദ്ദേഹത്തിന് വാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ടാണ് അതിന്റെ സനദുള്ളത്. ഈ പുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്നത് ലഈഫായ ഹദീസും മൗദൂആയ ഹദീസും ഒക്കെ ഈ പുസ്തകം ഒഴിവാണ്. അങ്ങനത്തെ പുസ്തകം ഹദീസുകൾ കൊടുത്തിട്ടില്ല, ശരിയായ ഹദീസുകൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്, മിൻഹാജ് സാലിഹിൻ. പക്ഷേ ഈ അടുത്ത കാലത്ത് സിൽസിലത്തുൽ ഹദീസും ലഈഫത്തുൽ മൗദൂഅ എന്ന അൽബാനിയുടെ ഗ്രന്ഥം കണ്ടപ്പോൾ ഈ ഹദീസ് മൗദൂ ആണ് എന്ന് ആ കൃതിയിൽ കാണുന്നുണ്ട്. ലിഹാദാ നവത്തു അൻ നഅരിഫ ദറജത ഹാദൽ ഹദീസ്. അതുകൊണ്ട് ഈ ഹദീസിന്റെ സ്ഥിതി എന്താണ്,
അതിന്റെ പദവി എന്താണ്, സഹീഹാണോ ദഈഫാണോ മൗലൂ ആണോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഹൽ നസ്തത്തിഉ അൻ നഖൂലഹു അം ലാ, ഇതിലേക്ക് പറയാൻ പറ്റുമോ ഇല്ലേ? അതുപോലെ തന്നെ മിൻഹാജുൽ സാലിഹീൻ എന്ന കിതാബിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ വാൽ നസ്തത്തിന്റെ പുസ്തകം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? വമാ റഅയ്തും ഫീ കിതാബി സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫത്തുൽ അൽബാനി, അൽബാനിയുടെ സിൽസില ദഈഫയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഫീദൂന, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. മഫാദത്തുമുള്ള, അതിൽ ലജ്ജന കൊടുത്ത മറുപടി എന്താ അറിയോ? അൽ ഹദീസുല്ലത്തി ദുക്കിറത്, പറയപ്പെട്ട ഈ ഹദീസ് മൗദൂഉൻ, അത് മൗദൂ തന്നെയാണ്. കമാ ദക്കറ ശൈഖ് മുഹമ്മദ് നാസിറുൽ അൽബാനി, നാസിറുൽ അൽബാനി പറഞ്ഞതുപോലെ ലിഅന്ന ഫീ സനദിഹി യൂസുഫ് ഇബ്നു സഫർ, യൂസുഫ് സഫർ എന്നതിന്റെ സനദില് വഹുവ മിമ്മൻ യളഉൽ ഹദീസ്, അദ്ദേഹം റസൂലിന്റെ പേര് ഹദീസ് കെട്ടിണ്ടാക്കുന്ന ആളാണ്. വമിൻ ദാലിക യതബയ്യനു, ഇതിൽ നിന്നും വ്യക്തമാണ് അന്ന കിതാബ മിൻഹാജുൽ സാലിഹീൻ ഫീഹിൽ ഹദീസ് സഹീഹ് വഗൈറു സഹീഹ, മിൻഹാജുൽ സാലിഹീൻ എന്ന പുസ്തകത്തിൽ മുഖദ്ദിമി പറഞ്ഞതുപോലെ സഹീഹ് മാത്രമുള്ള കിതാബൊന്നല്ല, സഹീഹായതും സഹീഹ് അല്ലാത്തതും അതിലുണ്ടാകുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ഫലാ യൻബഗി അൻ ഇഅ്തിമാദു അലൈഹി, അതുകൊണ്ട് ഈ പുസ്തകത്തെ അവലംബിക്കാൻ കൊള്ളൂല. എന്നാൽ അമ്മാ കിതാബ് സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫത്തുൽ മൗദൂഅ ഫമുഅല്ലിഫുഹു വാസിഉൻ ഇത്ലാഇ ഫിൽ ഹദീസ്, എന്നാൽ ശൈഖ് അൽബാനി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ വിശാലമായ അറിവുള്ള പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ഖവിയ്യുൻ ഫീ നഖ്ദിഹാ, ഹദീസ് നിരൂപണത്തിൽ വളരെ ശക്തനാണ് അദ്ദേഹം. വൽ ഹുക്മി അലൈഹാ, ഹദീസിനെ സംബന്ധിച്ച് വിധി പറയുന്നതിലും സഹീഹോ ദഈഫോ എന്ന് വിധിക്കുന്നതിലും ഹദീസ് നിരൂപണത്തിലും അദ്ദേഹം വളരെ ശക്തനാണ്. ഇജ്തിഹാദി അബിൽ ദഅഫി വഖദ് യുഖ്തിഉ, ചിലപ്പോൾ അദ്ദേഹത്തിനും അബദ്ധം പറ്റാറുണ്ട്. കണ്ടോ? അപ്പോൾ ശൈഖ് അൽബാനിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ സംബന്ധിച്ചുമൊക്കെ ലജ്നാ ദാഇമയുടെ പണ്ഡിതന്മാർക്കുള്ള നിലപാട് എന്താണെന്ന് അറിയാം. ഇവിടെ പലരുണ്ട്, വായിക്കുകയാണെങ്കിൽ അതിനെ 31 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹിബ്നു ഖുഊദ്, അബ്ദുല്ലാഹിബ്നു ഉദയ്യാൻ, അബ്ദുർ റസാഖ് അഫീഫി, അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, ഇവരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എത്ര പണ്ഡിതന്മാരാണ് പറഞ്ഞിട്ടുള്ളത്. സാലിഹ് ഹുസൈമിനെ സംബന്ധിച്ചാണ് ഇപ്പോ പല ആളുകളും സാലിഹ് ഹുസൈമിൻ ഈ കോക്കസിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആളാണ്. യഥാർത്ഥത്തിൽ സാലിഹ് ഹുസൈമീൻ പറഞ്ഞത് അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജർഹ് തഅദീൽ, അയാൾ അഹ്ലുസുന്ന പുറത്താണ്, ഇയാൾ പുറത്താണെന്ന് അഹ്ലുസുന്നത്തിന് വേണ്ടി സേവനം ചെയ്ത പണ്ഡിതന്മാരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനം അതിന് വിടുകയും അതിന്റെ പേരിൽ തുല്ലാബിൽ നിന്നും പക്ഷം ചേരുകയും ഒക്കെ ചെയ്തൊരു സന്ദർഭത്തിൽ സലഫികളാണെന്ന് പറയുന്നവരാണെങ്കിൽ ഈ പണി ശരിയല്ല, ഇത്തരം ആളുകൾക്ക് വേണ്ടി കച്ചി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമ്മുടെ നിലപാടും തന്നെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കച്ചി പിടിക്കാൻ പാടില്ല എന്നുള്ളതിന്. പക്ഷേ അതെന്തായി, ശൈഖ് റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലിയെ സംബന്ധിച്ചും അതുപോലെയുള്ള ജർഹ് തഅദീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ചതിനെ അതുകൊണ്ട് ഊതി വീർപ്പിച്ച് ശൈഖ് ഹുസൈമീൻ ശൈഖ് റബീഅനെതിരാണ്, അൽബാനിക്കെതിരാണ്, കോക്കസിനെതിരാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ അതിലൊന്നും യാതൊരു വസ്തുതയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം കാര്യങ്ങളെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ചെയ്ത സേവനങ്ങളെ ശൈഖ് ഹുസൈമീനോ അത് ശൈഖ് അൽബാനിയോ ഒരിക്കലും ശൈഖ് ഇബ്നു ബാസോ കാണാതെ പോയിട്ടില്ല. ശൈഖ് സാലിഹ് ഇബ്നു ഹുസൈമീൻ പറഞ്ഞ ചില വാചകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അൽ അൽബാനി റജുലുൻ മിൻ അഹ്ലി സുന്ന, നേരത്തെ ഷൈബാനിയോട് പറഞ്ഞതുപോലെ അദ്ദേഹം അഹ്ലുസുന്നയിൽപ്പെട്ട വ്യക്തിയാണ്. റഹിമഹുല്ലാ, അല്ലാഹു റഹ്മത്തിയത്ത്, മുദാഫിഉൻ അൻഹാ, സുന്നത്തിനെ പ്രതിരോധിച്ചിരുന്ന ആളാണ്. സുന്നത്തിനെ വിമർശിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഇമാമുൻ ഫിൽ ഹദീസ്. ശൈഖ് അൽബാനി ഹദീസിൽ ഇമാമാണ്. ലാ നഅലമു അന്ന അഹദൻ യുബാരി ഫി അസ്ന, ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാളെയും നമുക്കറിയുകയില്ല. ലാകിന്ന ബഅദ നാസ് നസ്അലുല്ലാഹ അൽആഫിയ, എന്നാൽ ചില മനുഷ്യന്മാർ അവർക്ക് സുഖം ലഭിക്കാമെന്ന് അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കൽ മാത്രം. എപ്പോഴും അയാൾ ഹൃദയത്തിൽ അസൂയ ഉണ്ടാവും. ഇതാ റഅ ഖബൂല ശക്തി, ഒരു വ്യക്തിക്ക് സ്വീകാര്യത ലഭിക്കുന്നത് കാണുമ്പോൾ അസൂയ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ കുറ്റി പറയാൻ തുടങ്ങും. മുനാഫിഖീങ്ങളെ പ്രവൃത്തി പോലെ സദഖയുടെ കാര്യത്തിൽ സ്വയം സന്നദ്ധരായി സദഖ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളെ മുനാഫിഖീങ്ങൾ കുത്തിപ്പറയും. ഇതെത്ര കൊടുത്തിട്ടും കാര്യമല്ല, ഇതിന് എത്ര സദഖയിട്ടും കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിപ്പറയും. വല്ലതീന ലാ യുസ്തൂന ഇല്ലാ ജുഹ്ദഹും, സദഖ കൊടുക്കാനില്ലാത്തവർ തങ്ങളാലാകുന്ന സേവനങ്ങൾ മാത്രമാണ് സദഖയായി ചെയ്യാനെങ്കിൽ അങ്ങനെ വരുന്നവരെയും മുനാഫിഖീങ്ങൾ കുത്തിപ്പറയും. അവരെ പോലെയാണിവർ. യൽമിസൂനൽ മുതസദ്ദിഖ അൽ മുക്സിറ മിന സദഖ, ധാരാളം സദഖ ചെയ്യുന്നവരെ ഇവർ ആക്ഷേപിക്കും. കൊടുക്കാണ്ടില്ലേ, കയ്യങ്ങളത്തിലെ ഭാര്യക്കൊരു കൊടുക്കാം, വേറൊന്നും ചെലവാക്കെല്ലാം തോന്നും, അങ്ങനെ പറയും. കൊടുക്കാത്ത മുതസദ്ദിഖുൽ ഫഖീർ, ഉണ്ടോ, ഒന്നും കൊടുക്കില്ല ശരിയായി, അങ്ങനെയും പറയും.
അപ്പൊ കൊടുത്താലും കുറ്റം കൊടുത്തില്ലെങ്കിലും കുറ്റം എന്ന് പറയുന്നത് പോലെയുള്ള മുനാഫിക്കുകളുടെ സ്വഭാവമാണിത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് അൽബാനിക്കെതിരെ ചില ആളുകൾ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം സംസാരിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഷെയ്ഖ് സാലിഹ് ഉസൈമീൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്കറിയോ, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന, മദീനയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ മുഹദ്ദിസാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്, ഇരുത്തം വന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് പറയാണ്, വൽഅൽബാനി ആലിമുൻ ജലീലുൻ ഖദമ സുന്നഹ്. അൽബാനി മഹാപണ്ഡിതനാണ്, സുന്നത്തിന് സേവനം ചെയ്ത ആളാണ്. വഅഖീദത്തുഹു തയ്യിബ. കണ്ടോ, അദ്ദേഹം മുർജിയാണെന്നല്ല, ഇർജാഇന്നല്ല, നല്ല വിശിഷ്ടമായ അഖീദയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ ആക്ഷേപിക്കൽ ജായിസല്ല. ഇതേതെങ്കിലും കൊട്ടാരത്തിൽ പോയി ക്ലാസ്സിലാണല്ല, മസ്ജിദിന്റെ പോയി ക്ലാസ്സിലാണ് പറയുന്നത്. പള്ളികളിലാണ് സലഫി ഉലമാക്കളെ നമ്മൾ കാണുന്നത്. മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും അതുപോലെ അറിയപ്പെട്ട പള്ളികളിൽ ക്ലാസ് എടുക്കുന്ന തുലാബിൽ നിന്ന് ചുറ്റും കൂടുന്ന ആളുകൾ. പിന്നെ അദ്ദേഹം ഇമാം സഹാബിയുടെ അഖീദക്ക് ഷെയ്ഖ് അൽബാനി എന്ത് ചെയ്തിട്ടുണ്ട്, തഅലീഖ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഉലമാഉ സലഫിന്റെ സാബിഖീന വമൻ ബഅദഹും മിന താബിഈന അഹ്ലുൽ ഖബ്രി വൽ അസ്ർ വഅഹ്ലുൽ ഫിഖ് വൽ നദർ ലാ യുസ്റൂന ഇല്ലാ ബിൽ ജമീൽ വമൻ ദഖറഹും ബിശുഇൻ ഫഹും അലാ ഗൈരി സബീൽ. ഇമാം സഹാബി തന്റെ അഖീദയിൽ പറയുന്നൊരു വാക്കാണിത്. മുൻഗാമികളായ സലഫി ഉലമാക്കൾ, അവർക്ക് ശേഷം അവരെ പിൻപറ്റിക്കൊണ്ട താബിഈങ്ങളായ ഉലമാക്കൾ, ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും ആളുകൾ, അവരെക്കുറിച്ചൊക്കെ നല്ലതല്ലാതെ പറയപ്പെടാവതല്ല. അവരെക്കുറിച്ച് ചീത്തയായി സംസാരിക്കുന്ന ആളുകൾ അവർ ശരിയായ മാർഗത്തിലല്ല. വളരെ വ്യക്തമായി തന്നെ ഷെയ്ഖ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ട്. وهو في الحقيقة عالم كبير ومحدث مشهور. ഷെയ്ഖ് അൽബാനി മഹാപണ്ഡിതനാണ്, അറിയപ്പെട്ട മുഹദ്ദിസാണ്. വലഹു ഇനായത്തുൻ അലീമത്തുൻ ഫീ ഖിദ്മത്തി സുന്ന. സുന്നത്തിനെ സേവിക്കുന്നതിൽ അദ്ദേഹത്തിന് മഹത്തായ ഒരുപാട് സേവനങ്ങളുണ്ട്. വഫിൽ ഇനായത്ത് ബിഹദീസ് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബയാനി മസാദിർ തിൽക അൽഹദീസ് വൽ കുതുബ് അല്ലതി ദകർതുഹാ വബയാനി ദറജാതിഹാ മിൻ അശ്ശഹത്തി വൽ ദുഅഫ്. കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ മസ്ദറുകൾ വിവരിക്കുന്നതിൽ, അതുപോലെ തന്നെ ഹദീസിന്റെ സഹീഹ് സിഹത്തും ദുഅഫും വിശദീകരിക്കുന്നതിൽ, അതിലൊക്കെ അദ്ദേഹത്തിന് മഹത്തായ സേവനം. ഇവിടെ ചില ആളുകൾക്ക് എന്താ, തനിക്ക് തോന്നിയ പോലെ സിഹത്തും ദുഅഫും തീരുമാനിക്കാണെന്നാണ്. മുൻഗാമികളായ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള ഖാഇദകളിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് ഒരു കാര്യം ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും കണ്ടെത്താനും കഴിയില്ല. ഉണ്ടെങ്കിൽ അതാ കാണിക്കേണ്ടത്. മുൻഗാമികൾ ആരും പറയാത്ത ഒരു ഖാഇദ സ്വന്തമായി ചമച്ചുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ സഹീഹ് ദഈഫ് തിരിച്ചതാണ്. അല്ല, മുൻഗാമികൾ കൊണ്ടുവന്നിട്ടുള്ള ഉസൂലുൽ ഹദീസിന്റെ ഖാഇദകളെ ശരിക്കും അപ്ലൈ ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വമിദാലിക നഫ്സുൽ കിതാബിന്റെ യുദരിസുഹു വഹുവ സുനൻ അബീ ദാവൂദ്. സുനൻ അബീ ദാവൂദ് അവിടെ മസ്ജിദ് നബി ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സേവനം നിർവഹിച്ചിട്ടുള്ള മറ്റൊരു 7 ഗ്രന്ഥമാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഈ ഗ്രന്ഥവും. فإنه له فيه وفي غيره جهود أجزأتنا بذكر ما صحب وما ضعف وما كان صحيحا وما كان ضعيفا فجهوده عظيمة وخدمته للسنة مشهورة ولا يستغني طلبة العلم عن الرجوع إلى كتبه وإلى مؤلفاته. സുന്നൻ അബൂ ദാവൂദ് മാത്രമല്ല, മറ്റു സുനനുകൾക്കും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. സഹീഹ് ഏത് ദഈഫ് ഏത് വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ വേർതിരിക്കാൻ അദ്ദേഹം ആരാണെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വലിയ സേവനമാണ്. അബൂ ദാവൂദ് എടുത്ത സഹീഹ് അബീ ദാവൂദ്, ലഈഫ് അബീ ദാവൂദ്. അദ്ദേഹത്തെ പറയുന്നത് ലഈഫ് അബീ ദാവൂദ് എന്ന് പറയുന്നത് ലഈഫായ ഹദീസുകൾ അതിനെക്കുറിച്ച് നമ്മൾ അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. സഹീഹത്തിനെ വേറെ ജമ്മി ചെയ്തത് അതുകൊണ്ട് അമൽ ചെയ്യാനാണ് എന്നിങ്ങനെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന് ഇസ്ലാമിക വിജ്ഞാനം പഠിക്കുന്ന ഒരു മതവിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലേക്കും അദ്ദേഹത്തിന്റെ കൃതികളിലേക്കും മടങ്ങാതെ കഴിയില്ല. ഷെയ്ഖ് അൽബാനി ഒരു കിതാബും നോക്കാതെ ഹദീസ് പഠിക്കാൻ വിചാരിച്ചാൽ സാധ്യമല്ലാത്തവണ്ണം അദ്ദേഹം ഹദീസ് വിജ്ഞാനത്തിൽ വേരൂന്നി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ധാരാളം ഖൈറുകളുണ്ട്, ധാരാളം വിജ്ഞാനങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു ത്വാലിബുൽ ഇൽമിന് അദ്ദേഹത്തിന്റെ കൃതി ഒഴിവാക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. وإن ذهاب مثل هذا العالم هو في الحقيقة نقص على المسلمين ومصيبة.
ഇത്തരത്തിലുള്ള ഒരു പണ്ഡിതന്റെ നഷ്ടം മരിച്ചതിന് ശേഷം പറയാൻ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ളൊരു മുസീബത്താണ്. അള്ളാഹുവിനുള്ളതാണ് അവൻ എടുക്കുന്നതും അവൻ നൽകുന്നതും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ ഉത്തമനായ ഒരാളെ പകരം നൽകാൻ വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ കണക്കിലെടുക്കുന്ന തുല്ലാബുൽ ഇൽമിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളില്ലാത്ത ഒരു മക്തബയും ഒരു ലൈബ്രറിയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അത്രമാത്രം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ലോകത്ത് പ്രചാരം നേടിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നിടത്ത് പറയുന്നുണ്ട്, വഹുവ റഹ്മത്തുള്ളാഹി അലൈഹി വഇൻ കാന ലഹു ബഅദുൽ ആറാഇല്ലത്തി നഅതുഹു ഖദ അഖ്തഹഫിയ വലാകിൻഹ മഗ്മൂറത്തുൻ ഫീ ബഹ്രിൻ ഔ ബുഹൈരി സവാബിഹി. അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ സംഭവിച്ചതായി നമ്മൾ തന്നെ കണക്കാക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരികളുടെ ബഹറിൽ അത് മൂടിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. സുന്നത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനത്തിലും മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മയിലും അദ്ദേഹത്തിന്റെ കൈക്കുണ്ടായിട്ടുള്ള ഹൈറുകളും എടുത്തു നോക്കുമ്പോൾ ഇതെല്ലാം മൂടിപ്പോകാവുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അദ്ദേഹത്തിന് ഖതആണെന്ന് നമ്മൾ കണക്കാക്കുന്ന ഈ കാര്യങ്ങൾ അതിലും അദ്ദേഹത്തിന് കൂലി കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ? അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തതാണ്, മുജ്തഹിദാണ്. ഇജ്തിഹാദ് തെറ്റുപറ്റിയാണ് മറ്റേ ഒരു കൂലി കിട്ടുമല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൽമിനെ പുച്ഛിക്കുകയോ നിസാരമാക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അത് പാടില്ലാത്തതാണ്. അത് ഇതുകൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ പുച്ഛിക്കാനോ നിസാരമാക്കാനോ പാടില്ല. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പണ്ഡിതന്മാരിൽ സത്യമായും യഥാർത്ഥമായും അതുല്യനായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാകുന്നു അദ്ദേഹം. കണ്ടോ, ഇത് ദീർഘമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദുൽ ബദർ എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന മദീനയിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മരണം, ഷെയ്ഖ് അൽബാനിയുടെ മരണം ഒരു വലിയ വിടവാണ് മുസ്ലിം ലോകത്തുണ്ടാക്കിയിട്ടുള്ളത് എന്നും അദ്ദേഹം അതിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹമൂദ് തുവൈജിരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഷെയ്ഖ് അൽബാനി അലമുൻ അല സുന്ന അത്അനു ഫീഹി യാനസുന തഅനി ഫി സുന്ന. സുന്നത്തിന്റെ ഒരു ഉയർന്ന പതാകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നത് സുന്നത്തിന് ആക്ഷേപിക്കുന്നവരെ സഹായിക്കലാണ്. നബിതെറ്റിയെ ആക്ഷേപിക്കുന്നവരെ സഹായിക്കലാണ് അൽബാനിയെ ആക്ഷേപിക്കൽ എന്നാര് പറഞ്ഞു? ഷെയ്ഖ് ഹമൂദ് തുവൈജിരി പറയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് യഹ്യ നജ്മി, അതുപോലെ ഇപ്പോഴത്തെ മുഫ്തിയായ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് പറഞ്ഞ എന്താണ്? ലാ ശക്ക അന്ന ഫഖദൽ അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി മുസീബ. ഷെയ്ഖ് അൽബാനിയുടെ വിയോഗം ഒരു മുസ്ലിം ഉമ്മത്തിന് ഒരു മുസീബത്ത് തന്നെയാണ്. മാത്രമല്ല, ലിഅന്നഹു അലമുൻ മിൻ അലാബിൽ ഉമ്മ വമുഹദ്ദിസുൻ മിൻ മുഹദ്ദിസിഹി. കണ്ടോ, മുസ്ലിങ്ങളെ നേതാക്കളിൽപ്പെട്ട വലിയ നേതാവാണ് അദ്ദേഹം, മുഹദ്ദിസുകളിൽപ്പെട്ട മുഹദ്ദിസാണ് അദ്ദേഹം. വബിഹി ഹസനല്ലാഹു ജല്ല വഅലാ ഹാദ ദീൻ. അവരെ കൊണ്ടാണ് അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കുന്നത്. വനശറല്ലാഹു ബിഹി സുന്ന. നബി സത്യയെ പ്രചരിപ്പിച്ചിട്ടും അവരെ കൊണ്ടാണ്. അതുപോലെ ഇന്ന് ഔഖാഫ് മന്ത്രിയായിട്ടുള്ള മഹാപണ്ഡിതനാണ് സാലി ആദിത്യ. അദ്ദേഹം പറയാണ്, ഇന്നലിൽ ഫഖീദി മആസിർ ഫീ നുസ്റത്തിൽ അഖീദത്തി സലഫിയ്യ. സലഫി അഖീദയെ സഹായിക്കുന്നതിൽ പരേതന് മരിച്ച ഷെയ്ഖ് അൽബാനിക്ക് ഒരുപാട് അനുസ്മരിക്കപ്പെടുന്ന പ്രശംസനീയമായ പ്രവർത്തനങ്ങളുണ്ട്. വലഹു മുഅല്ലഫാത്തുൻ അളീമത്തുൻ അദീദ. എണ്ണമറ്റ ധാരാളം മഹത്തായ കൃതികൾ അദ്ദേഹത്തിന്റെ ഫീ ഖിദ്മത്തുൽ ഹദീസിന്റെ സേവനത്തിൽ. വതമീസുൽ ഹദീസ് സ്വഹീഹ് മിനൽ ദഈഫ്. സ്വഹീഹായ ഹദീസ് ദഈഫ് വേർതിരിക്കുന്ന വിഷയത്തിൽ. വഅതറുഹു ഫിൽ ആലമിൽ ഇസ്ലാമി കബീർ. മുസ്ലിം ലോകത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. വയുഅദ്ദു മിൻ ഉലമാഇൽ ഉമ്മ. മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ ആലിമുകളിൽ ഒരാളെ അദ്ദേഹത്തെ കണക്കാക്കുന്നു. ബിമാഅത്തിൽ ശരീരത്തിൽ അലീമ. മഹത്തായ അദ്ദേഹത്തിന്റെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാരണം. അതുപോലെ ഹയ്യത്ത് കിബാർ ഉലമയിൽപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ മുദരിസായിരുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ അൽ ബസ്സാം അദ്ദേഹം പറഞ്ഞത്, അൽയൗമ ഹുവ മിൻ അയിമ്മത്തി ഹാദ സമാൻ ബദൽ നഫ്സഹു വജഹദഹു മാലഹു ലിഖിദ്മത്തി സുന്ന.
ഈ കാലഘട്ടത്തിലെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ് അദ്ദേഹം. കണ്ടോ, അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രയത്നങ്ങളും സമ്പത്തും സുന്നത്തിന്റെ ഹിദ്മത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുലൈർ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ്. എന്ന് പറഞ്ഞാൽ മുൻഗാമികളുടെ കൃതികൾ എടുത്ത് മുഖാറന നടത്തി, എന്ന് പറഞ്ഞാൽ താരതമ്യം, ഫത്വൽ ബാരിയും അതുപോലെ ഈ ബുഖാരിക്കയുടെ ശർഹകളും മുഖാറന നടത്തുക, എല്ലാം വായിച്ചിട്ട് അത് താരതമ്യം നടത്തിയിട്ട് എന്ന് അത്ര മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുലൈർ എന്ന് പറയുന്ന പണ്ഡിതൻ. തുല്ലാബിലേക്ക് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ റഅയ്യുകും ഫീ തഹ്ഖീഖാത്തിൽ മുഹദ്ദിസിൽ അൽബാനി റഹിമഹുല്ലാഹ്. ഷെയ്ഖ് അൽബാനിയുടെ തഹ്ഖീഖുകളെ, മുൻഗാമികളുടെ കൃതികൾ എടുത്തിട്ട് അതിന്റെ മസാദിറുകളൊക്കെ പറഞ്ഞ് സഹീഹ് ലഈഫ് എന്നൊക്കെ പറഞ്ഞ് തഹ്ഖീഖ് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനം അദ്ദേഹം നടത്തി. ഈ തഹ്ഖീഖുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഷെയ്ഖ് പറയാണ്, അശേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഫൗഖമായ ഖാലു. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നതിനേക്കാൾ എത്രയോ ഉന്നതനാണ് അദ്ദേഹം. ولو ذكرنا من مناقبه ما نذكر ولو قال من المقام ولو أخذ الوقت بالساعات ما أتينا على شيء مما قام به في نشر السنة. സുന്നത്തിനെ സഹായിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം നിർവഹിച്ച കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് വിശിഷ്ട ഗുണങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ഒരുപാട് സമയം ഇരുന്നാൽ, ഒരുപാട് സമയമെടുത്ത് സംസാരിച്ചാൽ പോലും കുറച്ച് അദ്ദേഹം ചെയ്ത കുറച്ച് പോലും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത്രമാത്രം ഫഹുവൽ ഇമാമുൽ മുജദ്ദിദ് ലിഹാദിഹി സുന്ന. അദ്ദേഹം ഇമാമാണ്, സുന്നത്തിന്റെ പരിഷ്കർത്ത മുജദ്ദിദാണ്. ഇന്ന് കാണുന്ന രൂപത്തിൽ നബിചര്യ അറിയപ്പെട്ടത് അദ്ദേഹത്തിലൂടെയല്ലാതെ മറ്റാരിലൂടെയുമല്ല. അവർ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചു, ഒരു ഹദീസിലുണ്ടല്ലോ, ഓരോ നൂറ്റാണ്ടിന്റെ തലക്കലും ഒരാളുകളെ മുജദ്ദിദായി, പരിഷ്കർത്താവായി അള്ളാഹു നിയോഗിക്കും എന്നൊരു ഹദീസുണ്ടല്ലോ, ഈ കാലഘട്ടത്തിലെ മുജദ്ദിദ് ആരാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് എന്നാണ്. ഹദീസുകളെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ അറിയുന്ന, അദ്ദേഹത്തോളം അറിയുന്ന ഒരാളെയും ആകാശത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്. ഈ കാലഘട്ടത്തിൽ മുജദ്ദിദ് ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ വീക്ഷണത്തിൽ അത് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയാണ് എന്നാണ് ആര് പറഞ്ഞത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹയ്യത്ത് കിബാർ നിലവയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് ബക്കർ അബൂ സൈദ്. അദ്ദേഹം ഷെയ്ഖ് അൽബാനിയെ അല്ലാമ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഷെയ്ഖ് അൽബാനിയെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞ ആളുകളുടെ ഒരു വാചകം എടുത്തു കൊടുത്ത ശേഷം ആ റുദൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ പറയാണ്, വഹാദ ഐൻ സജാഹുൽ വഖംത്തുൻ നാസിസ്യാബ് ബിഗൈരി ഹഖിൻ വർത്തിസാമ ഇൽമിയത്തുൽ അൽബാനി ഫീ നുഫൂസി അഹ്ലിൽ ഇൽമി വനുസത്തി ലിസ്ന വഅഖീദ സലഫ് അംറുൻ ലാ യുനാജി ഫീഹി ഇല്ലാ അദുബുൽ ജാഹിൽ. കണ്ടോ, ഷെയ്ഖ് അൽബാനിയെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ മനസ്സുകളിൽ പതിഞ്ഞിട്ടുള്ള കാര്യം, സുന്നത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം, സലഫി അഖീദക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം, അതിന് തർക്കിക്കുകയില്ല വിവരം കെട്ടവനും ശത്രുവുമല്ലാതെ, അതും ജാഹിലുമല്ലാതെ. ആരെങ്കിലും ഷെയ്ഖ് ബക്കർ അബൂ സൈദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലി ആദം എത്യോപ്പി ഇന്നും മക്കത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ്. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ശർഹ ചെയ്തു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സുനനുൻ നസായിക്ക് അദ്ദേഹം എഴുതിയ ശർഹ് 42 വാല്യ സഹീറത്തുൽ ഉഖബ ഫീ ശർഹിൽ മുജ്തബ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വില കൊടുത്തത് വാങ്ങിയിട്ട് ഇന്നും അദ്ദേഹത്തെ കാണുമ്പോൾ അത് ഓർക്കാറുണ്ട്. അദ്ദേഹം ഇന്നും ഷെയ്ഖിന്റെ ക്ലാസ്സുകൾ മസ്ജിദുൽ ഹറാമിൽ നടക്കുന്നുണ്ട്. നല്ല തുല്ലാബുകൾക്കല്ലാതെ പൊളിയില്ല, അത്ര നല്ല ക്ലാസ്സാണ്. ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞത്, ആദ്യം എത്യോപ്പി പറഞ്ഞതാ, വഖദാ കുതുബുൽ അല്ലാമ നാസിറുദ്ദീൻ അൽബാനി ഫഇന്നഹാ മുംതഅത്തുൻ ജിദ്ദൻ لأنهم يدخلون في معرفة الأحاديث الصحيحة وضعيفة. ഷെയ്ഖ് അൽബാനിക്ക് അദ്ദേഹത്തിന് വലിയ പ്രവർത്തനങ്ങളുണ്ട്. അൽ യദ്ഖുല നീണ്ട കൈ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ സേവനം അദ്ദേഹത്തിനുണ്ട് ഹദീസ് സഹീഹും ദഈഫുമായി വേർതിരിക്കുന്നതിൽ. കമാ തസ്ബത് ബിദാലിക കുതുബുൽ ഖയ്യിമ, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷിയാണ്. ഫഖല്ലമൻ ബിദാലിഹി ഫീ ഹാദൽ അസ്ർ അല്ലദീ സാദ ഫീഹി ജഹ്ൽ ബിഹാദൽ ഇൽമി ശരീഫ്. ഈ ഹദീസ് വിജ്ഞാനത്തെ സംബന്ധിച്ച് അജ്ഞത വ്യാപിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് അടുത്തു നിൽക്കാൻ കഴിയുന്നവർ പോലും ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് എന്നാണ്. ഇതുപോലെ ഷെയ്ഖ് സയ്യിദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഫയ്യാദ്, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് അൽ അമീർ അഷ്ശഖീഫി, അബ്ദുല്ലാഹി ഇബ്നു സുലൈമാൻ അൽ മനി എന്ന് തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ, പറയുന്നതിലേക്ക് മടുത്തു പോകും.
ഇതൊക്കെ സൗദി ഉലമാക്കളാണ്. ഞാൻ മറ്റ് പണ്ഡിതന്മാരൊന്നും എടുത്തിട്ടില്ല. ലോകാടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസം ഇരുന്നാൽ തീരില്ല. പക്ഷെ ഇത് സൗദി ഉലമാക്കൾ മാത്രം എടുത്തെന്തിനാറിയോ? സൗദി ഉലമാക്കൾ അദ്ദേഹത്തിനെതിരാണ്, അവരാരും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. കണ്ടോ? ഇപ്പൊ 15ലധികം ഉലമാക്കളുടെ സാക്ഷ്യപത്രങ്ങളാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ഇവരാരെങ്കിലും പറഞ്ഞോ സംഗതിക്ക് നല്ല ഇന്ത്യയിൽ കിടക്കുന്ന എൽമുണ്ട്, പക്ഷെ ആള് ഡ്യൂപ്ലിക്കേറ്റ് ആണ്? ആരെങ്കിലും പറഞ്ഞോ? ഇവർ പതാ പറയുന്നത് നല്ല എൽമുണ്ട്, സലാസുല്ലമിക്ക് 10 കിലോ വിജയത്തിൽ 10,000 കിലോ ഉണ്ട് കൂട്ടിക്കോ, പക്ഷേ സലാസുല്ലമി ഇയാൾ റോട്ട് ഒന്നാണ്. സലാം സുല്ലമി ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഹദീസ് തള്ളി. ബുഖാരിയിൽ പോലും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസ് നാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുദ്ധിക്ക് യോജിക്കാത്തെന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസ് തള്ളിയത് ഈ ആളുകൾ കാണിക്കാൻ പറ്റും. സാന്തോമിസം പറയാന്നല്ലാതെ. അതുപോലെ തന്നെ ഇത് ഖബർ വാഹിദാണ്, അഖീദത്തെ പറ്റിയാണ് എത്രയോ ഹദീസുകൾ സലാസുല്ലമി തള്ളിയിട്ടുണ്ട്. ഒരു ഹദീസെങ്കിലും ഷെയ്ഖ് അൽബാനി അങ്ങനെ തള്ളിയിട്ടുണ്ടോ? എന്താ ഈ പറയുന്നത്? എന്നിട്ട് കരിമ്പുലാറ്റിനെ പോലെയും സലാസുല്ലമിനെ പോലെയൊക്കെയാണെന്ന് പറയാൻ എന്തൊരു ചങ്കൂറ്റം. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങനെ പ്രസാവും, നിങ്ങളെ പ്രസംഗം ഉസ്താറാണ് കേട്ടോ, നിങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭൂമി മലയാളത്തിൽ ആരാത് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ വളരെ സങ്കടം തോന്നുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പറഞ്ഞാ എടുത്തിടും, നിങ്ങൾക്ക് പണിയാവും, ഇർജാവുണ്ട്. എന്തെന്നാണ് ഇർജാവ്? ഇതാരും അറിയാത്തത് തെറ്റാ? അങ്ങനെ നമ്മൾ ആരെങ്കിലും മൂടിവെച്ചാ മൂടിപ്പോണത് തെറ്റത്? ഇത് ആളുകളെ മുമ്പിലുള്ളതല്ലേ? ആർക്ക് നെറ്റോട്ടൊക്കെ കിട്ടണല്ലേ? ഇർജാവിന് അടിച്ചെത്ത ഒരു ആരെ കുറിച്ച് ഇർജാവില് ഷെയ്ഖ് അൽബാനി ഇർജാവിന് അടിച്ചെത്ത ആരൊക്കെ പറഞ്ഞു കിട്ടൂലേ? ഞാൻ എടുത്തിടും, നിങ്ങൾക്ക് പണിയാവും. പല റൗഡി തരത്തിൽ സംസാരിക്കാൻ ആളുകൾ. ഇതൊന്നും ഒരു താലിബിന് ഇന്നിന്റെ മര്യാദ പോലും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇർജാവ് ആരോപണം? മുർജിയ കക്ഷിയിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് അൽബാനി എന്ന് ഈ പറഞ്ഞ ആളുകൾ ആരെങ്കിലും പറഞ്ഞോ? ഇവർ ഫൗസാനിൽ എടുത്ത് ഉദ്ധരിച്ചല്ലോ. ഫൗസാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്നൊന്നും അറിയും. മുർജിയാന്ന് നമ്മൾ പറയില്ല. അപ്പൊ തെറ്റുപറ്റി അവിടെ നിർത്തും. കണ്ടോ? തെറ്റുപറ്റി, കണ്ടോ? തെറ്റുപറ്റി. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒന്നുകിൽ മനസ്സിലാകായിട്ടാവും, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഏതായിരുന്നാലും ശരി, ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് അൽബാനി ഇർജാഹ്വാദം ആരോപിച്ചപ്പോ, ഷെയ്ഖ് അൽബാനിക്കെല്ലാം ആരോപിച്ചപ്പോ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിലൊരു ഗ്രന്ഥമാണിത്, ജുഹൂദുൽ ഇമാമുൽ അൽബാനി നാസിർ സുന്നത്തി വദ്ദീൻ ഫീ ബയാനി അഖീദത്തി സലഫി സാലിഹീൻ ഫിൽ ഈമാൻ ബില്ലാഹി റബ്ബിൽ ആലമീൻ, അഹ്മദ് സാലിഹ് ഹുസൈൻ ജബ്ബൂരി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണിത്. അതുപോലെ തന്നെ മദീനയിലൊക്കെ മസ്ജിദ് നബവിയിൽ ദർസ് നടത്തുന്ന ഡോക്ടർ ഇബ്രാഹിം റുഹൈനി എഴുതിയ പുസ്തകമാണ് തബ്രിയത്തുൽ ഇമാമിൽ മുഹദ്ദിസ് മിൻ ഖൗലിൽ മുർജിഅത്തിൽ മുഹദസ്. ഇത് അബ്ദുൽ ലത്തീഫ് മാസനിലുള്ള മറുപടി തന്നെയാണ്, കൃത്യമായ മറുപടി തന്നെ. അദ്ദേഹത്തിന്റെ ഒരു കാസറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തയച്ചു, നിങ്ങളുടെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ആ കാസറ്റ് വിമർശിച്ചുകൊണ്ട് അതിന്റെ ഓരോന്നും എടുത്ത് പരിശോധിച്ചുകൊണ്ട് ദുക്കൂർ ഇബ്രാഹിം റുഹൈനി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഷെയ്ഖ് റബീന്റെ കോക്കസിൽപ്പെട്ട ആളൊന്നും അല്ല എന്നല്ല, ഷെയ്ഖ് റബിയെ വിമർശിച്ചിട്ടുള്ള ആളാണ് ആര്? ദുക്കൂർ ഇബ്രാഹിം റുഹൈനി എന്ന് പറയുന്ന ആള്. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കൾ, അവരാരും പറഞ്ഞിട്ടില്ല ഈ സംഗതി. ഇതിന് വളരെ വ്യക്തമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുർജിയാക്കളുടെ വാദം? അമൽ ഈമാനിൽ പെട്ടതല്ല. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ഈമാൻ എന്ന് പറയുന്നത് ഇഅ്തിഖാദുൻ വ ഖൗലുൻ വ അമലുൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നാവ് കൊണ്ട് പറയുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇത് 3 ഈമാനാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, നാവ് കൊണ്ട് പറയണം, അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യുകയും വേണം. അപ്പൊ അമൽ ഈമാനിൽ പെട്ടതാണ് എന്നാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. പക്ഷെ അമൽ ഈമാനിൽ പെട്ടതല്ല എന്നാണ് മുർജിയ കക്ഷികളുടെ വാദം. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അൽ ഈമാനു യസീദു വയൻഖുസ്, യസീദു ബിത്ത്വാഅ വയൻഖുസ് ബിൽ മഅസിയ. പുണ്യകർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഈമാൻ വർദ്ധിക്കും, അതേസമയം തെറ്റുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരാളുടെ ഈമാൻ കുറഞ്ഞു പോകും. അല്ലേ? ഒരാൾ വ്യഭിചരിക്കുകയോ കളവ് നടത്തിയിട്ടുള്ള ഈമാൻ കുറച്ച് താഴോട്ട് പോവാണ്. പിന്നെ തൗബ ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് അതിന് പശ്ചാത്തപിച്ചാൽ ഈമാൻ വർദ്ധിക്കും. ആളുകൾക്കറിയാം ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഒരാൾക്ക് ഈമാൻ കൂടും, ഒരാൾക്ക് ഈമാൻ കുറയും. എന്നാൽ ഈമാൻ അങ്ങനെ കൂടും കുറയില്ല എന്നാണ്. ഏറ്റവും വലിയ തമ്മാടിക്ക് പോലും ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഈമാനുള്ള ആളാണെന്ന് പറയാം എന്നാണ് ആരെ വാദം? മുർജിയാക്കളുടെ വാദം.
അതുപോലെ തന്നെ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, ഞാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ച ഞാൻ മുഅ്മിനാണ് എന്ന് പറയാൻ പാടില്ല. അന മുഅ്മിനുൻ ബിഹഖ് എന്ന് എല്ലാവരും പറയണമെന്നാണ് അവരുടെ വാദം. എന്നാൽ ഇത്തരത്തിലുള്ള വാദഗതികളെയൊക്കെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല, ഇന്ന് 800ഓളം പേജുള്ള ഒരു ഗ്രന്ഥം നമുക്ക് മക്തബകളിൽ വാങ്ങാൻ കിട്ടും. അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ സുറൂർ ഷഅബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മാജിസ്റ്റീറിന്റെ തീസീസാണ്, MA തീസീസാണ്. എന്താ വിഷയം എന്നറിയോ? അശേഖുൽ അൽബാനി വമൻഹജുഹു ഫീ തഖരീരി മസായിലിൽ ഇഅ്തിഖാദ്, അഖീദ വിഷയങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഷെയ്ഖ് അൽബാനിയുടെ മൻഹജ്, ഷെയ്ഖ് അൽബാനിയും അഖീദ വിഷയങ്ങൾ സ്ഥാപിക്കുന്ന അദ്ദേഹത്തിന്റെ മൻഹജും എന്ന് പറഞ്ഞ 800ഓളം പേജുള്ള ഗ്രന്ഥം എന്റെ ലൈബ്രറിയിലുണ്ട്. അപ്പൊ അത് ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ അഖീദക്ക് അദ്ദേഹം നടത്തിയ സേവനങ്ങൾ അതിലെടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈമാൻ അമൽ ഈമാനിൽ പെട്ടതാണ് എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതോടുകൂടെ അദ്ദേഹത്തിന് ഇർജാഅ് ആരോപിച്ച ആളുകൾ യഥാർത്ഥത്തിൽ കൊള്ളവാദമാണ് ഉന്നയിച്ചത് എന്ന് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ ഖാല ഇന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ യസീദു വയൻഖുസ് ഫഖദ് ഖറജ മിനൽ ഇർജാഇ കുല്ലിഹി അവ്വലിഹി വആഖിരിഹി. ഈമാൻ എന്ന് പറയുന്നത് ഖൗലും അമലുമാണ്. കണ്ടോ? അതുകൊണ്ട് പറയൽ മാത്രമല്ല, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ കൂടിയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. പുണ്യകർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ കൂടും, തെറ്റുകൾ ചെയ്താൽ കുറയും എന്ന് ഒരാൾ പറഞ്ഞാൽ ഫഖദ് ഖറജ മിനൽ ഇർജാഇ കുല്ലി, ഇർജാഅ് വാദത്തിൽ നിന്നും അയാൾ പൂർണ്ണമായും പുറത്തു കടന്നു. അതിന്റെ ആദ്യം അവസാനം പറയും. അപ്പൊ അമൽ ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്നതോടെ ഇർജാഅ് വാദമല്ല. ഷെയ്ഖ് അൽബാനിയുടെ എത്രയോ കൃതികളിൽ അത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അൽ ഈമാൻ യസീദു വയൻഖുസ് എന്ന് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് പറയുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇമാം അഹ്മദ് പറഞ്ഞു, ഹാദാ ബരീഉൻ മിനൽ ഇർജാ, അത് ഇർജാഅ് വാദത്തിൽ നിന്നും മോചിതനായ ആളാണ്. അപ്പോ ഷെയ്ഖ് അൽബാനി എത്രയോ കൃതികളിൽ അമൽ ഈമാനിൽപ്പെട്ടതാണെന്ന് സ്ഥാപിക്കുകയും അദ്ദേഹം മൂർത്തിയാക്കി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. സലഫുകളുടെ അഖീദ സ്ഥാപിക്കുന്ന പൗരാണിക ഗ്രന്ഥങ്ങൾ, കിതാബുൽ ഈമാൻ എന്ന പേരിൽ 2 ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഇബ്നു അബീ ശൈബ, ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബീ ശൈബ ഹിജ്റ 235 മരിച്ച അദ്ദേഹത്തിന് കിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ, ഈമാന്റെ വിഷയത്തിൽ എഴുതപ്പെട്ട പൗരാണിക ഗ്രന്ഥമാണ്. അത് ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഉബൈദ് ഖാസിം ബിൻ സല്ലാബിന്റെ, അദ്ദേഹം ഹിജ്റ 224 മരിച്ച പൗരാണിക പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ഈമാനും കണ്ടെത്തി തഹ്ഖീഖ് ചെയ്ത് ഷെയ്ഖ് അൽബാനി ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈമാനുമായി ബന്ധപ്പെട്ട മസലകളിൽ പഴച്ച കക്ഷികളുടെ ശുബ്ഹാത്തുകൾക്കൊക്കെ മറുപടി പറയുന്ന അഹ്ലുസ് സുന്നത്തിന്റെ നിലപാടുകളെ ശക്തിയായി സ്ഥാപിക്കുന്ന ഷെയ്ഖ് ഇബ്നു തൈമിയ്യയുടെ കിതാബുൽ ഈമാൻ ശക്തിയുള്ള ഗ്രന്ഥമാണ്. അത് ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെപ്പറ്റി അദ്ദേഹം മുർജിആണെന്ന് എന്ന് എത്ര ത്വരിക്കത്തിയോണെന്ന് ആലോചിച്ചു നോക്കും. ഒരു താലിബിൽ നിന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ കൃതികളൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ അദ്ദേഹം മുർജിആക്കൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇർജാഅ് വാദമുള്ള ഒരാളാണെങ്കിൽ പൗരാണികരുടെ അഖീദ സ്ഥാപിക്കുന്ന അഹ്ലുസ് സുന്നത്തിന്റെ അഖീദ ഗ്രന്ഥത്തിൽ ഷെയ്ഖ് അൽബാനി തഹ്ഖീഖ് ചെയ്ത് പ്രസിദ്ധീകരിക്കുമോ? അതെങ്കിലും ചിന്തിച്ചുകൂടെ? മാത്രമല്ല, നിങ്ങൾ നോക്കൂ, തഹാവിയ, അഖീദത്തു തഹാവിയ എന്ന ഗ്രന്ഥത്തിൽ അത് ഇബ്നു അബിൽ അജ്ൽ ഹനഫി അതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. അത് ഷെയ്ഖ് അൽബാനി അതിന് തഅലീഖോടുകൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, അൽ ഈമാൻ ഹുവൽ ഇഖ്റാറു ബിൽ ലിസാൻ വത്തസ്ദീഖ് ബിൽ ജിനാൻ. കണ്ടോ? ഈമാൻ എന്ന് പറയുന്ന നാവ് കൊണ്ട് സമ്മതിക്കലും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലുമാണ് എന്ന് ആ വാക്ക് സഹാബി പറയാണ്. അത് ഷെയ്ഖ് അൽബാനി പറയാണ്, ഹാദാ ഹുവ മദ്ഹബുൽ ഹനഫിയ്യ വൽ മാതുരിദിയ്യ. ഇത് ഹനഫികളുടെയും മാതുരിദികളുടെയും മദ്ഹബാണ്. ഖിലാഫൻ ലിസ്സലഫ്, ഇത് സലഫുകൾക്കെതിരാണ്. വജമാഹിരിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഭൂരിഭാഗം ഉലമാക്കൾക്കും എതിരാണ്. കമാലിക് വശാഫി വഅഹ്മദ് വലൗസാഇ വഗൈരിഹിം, ഇവരൊക്കെ പറഞ്ഞതിനെതിരാണ്. ഹൃദയം കൊണ്ട് സമ്മതിക്കുക എന്നതും നാവ് കൊണ്ട് പറയുക എന്നതും കൂടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ കൂടി ഇവരൊക്കെ ഈമാനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുർജിആക്കളും അഹ്ലുസ് സുന്നയും തമ്മിൽ ഈ വിഷയത്തിലുള്ള ഖിലാഫ് ഒരു പേരിൽ മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ചത് യഥാർത്ഥ ഹഖീഖിയായ ഖിലാഫ് തന്നെ ഈ വിഷയത്തിൽ ഉണ്ട്. ചോദിക്കാം,
ثم كيف يصح ان يكون الخلاف المذكور سوريا وهم يجيزون لاكثر واحد منهم من يقول ايماني كايمان ابي بكر الصديق بل كايمان الانبياء والمرسلين وجبريل وميكائيل عليه الصلاه والسلام. എങ്ങനെയാണ് ഇവരുമായുള്ള അഭിപ്രായ വ്യത്യാസം വെറും പേരിൽ മാത്രമാണ്, പദത്തിൽ മാത്രമാണെന്ന് പറയുക? കാരണം ഏറ്റവും വലിയൊരു തമ്മാടിക്ക് പോലും എന്റെ ഈമാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ പോലെയും അംബിയാ മുർസലുകളുടെ ഈമാൻ പോലെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാൻ പോലെയുമാണ് എന്ന് പറയാൻ അനുവദിക്കുന്നവരാണിവർ. ആര്? മുർജിയാക്കൾ. അങ്ങനെയുള്ളവരുമായ അഹ്ലുസുന്നത്തിന്റെ ഖിലാഫ് എങ്ങനെ സുവരിയാകും എന്ന് ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. കൈഫവഹും ബിനാഅൻ അലാ മദ്ഹബിഹിം മാദാ ലാ യുജീസു ലിഅഹദിഹിം വഹുമാ കാന ഫാസിഖൻ ഫാജിറൻ അൻ യഖൂല മുഅ്മിനൻ ഇൻഷാ അല്ലാഹ്. എത്ര തമ്മാടിയാകട്ടെ അവന് ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ മുഅ്മിനാണ് എന്ന് ഇൻഷാ അല്ലാഹ് എത്തി പറയാൻ ഇവർ അനുവദിക്കുന്നില്ല. ബൽ യഖൂൽ, ഏത് തമ്മാടിയും പറയട്ടെ അന മുഅ്മിനുൻ ഹഖ്ഖാ, ഞാൻ സത്യമായും ഒരു മുഅ്മിൻ തന്നെയാണ്. ഇതെല്ലാം അഹ്ലുസുന്നത്തിന്റെ വാദത്തിന് എതിരാണെന്ന് അദ്ദേഹം പറയാണ്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, അവർ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബുൽ ഈമാനിലേക്ക് മടങ്ങട്ടെ. ഈ വിഷയത്തിൽ ലഭിക്കപ്പെട്ട ഏറ്റവും ഉത്തമ കൃതി അതാണ്. അത് ശൈഖ് അൽബാനിയുടെ താലീഖ് കൂടെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് സുഹൃത്തുക്കളെ? അതുപോലെ ഇതൊരു ഗ്രന്ഥം അസ്സബുൽ അഹ്മദ് അൻ മുസ്നദിൽ ഇമാം അഹ്മദ്. ഇമാം അഹമ്മദിന്റെ മുസ്നദ് അദ്ദേഹത്തിൻ്റെതല്ലെന്നും ഇമാം അഹമ്മദിന്റെ മുസ്നദ് റിവായത്ത് ചെയ്ത ഖതീഇ എന്ന് പറയുന്ന ആൾ പിഴച്ച അഖീദയുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഹാഷിമി, അബ്ദുൽ ഖുദ്ദൂസ് ഹാഷിമി എന്നൊക്കെ ഒരാള് രംഗത്ത് വന്നപ്പോൾ ശൈഖ് അൽബാനി അതിന് മറുപടി എഴുതി. ഈ മറുപടി ശൈഖ് ബിൻ ബാസിന് അയച്ചു കൊടുത്ത് നിങ്ങൾ അഭിപ്രായം പറയണം. ശൈഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വമ്പിച്ച ഒരു സേവനമായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ലജ്നയുടെ നിസ്സരപ്പാടിൽ തന്നെ മറുപടി കൊടുത്തതിൽ കാണാൻ സാധിക്കും. ഇതിൽ അദ്ദേഹം ഖതീഇയെ ഗണ്ണിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഇയാൾ മാതുരീദി വിശ്വാസക്കാരനാണ് എന്ന് ഇയാളുടെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈമാൻ കൂടുകയും കുറയുകയുമില്ല, ഈമാൻ ഒരേ ലെവലിലായിരിക്കും. ഇമാം പോയി തന്നാൽ ഇമാം പോയത് തന്നെയാണ്, ഇമാം കുറെ കൂടുന്ന പ്രശ്നമില്ല എന്ന് വാദിക്കുന്ന ആളാണ് ഇയാൾ സലഫുകളുടെ അഖീദക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഖതീഇയെ ഗണ്ണിക്കുന്നത്, അല്ല ഖതീഇയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ഹാഷിമിയെ ഗണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. മാത്രമല്ല ശൈഖ് അൽബാനി ഇർജാഉവാദക്കാരനാണെന്ന് ആ കാലഘട്ടത്തിലെ പ്രമുഖ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ശൈഖ് അൽബാനിയുടെ സമകാലികരായി ജീവിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, കേട്ടോളൂ. يثير بعضهم شبهات من العقيدة الألام الشيخ محمد ناصر الألباني حفظه الله ما ينسبونه إلى بعض الفرق الضالة كالمرجئة فما نصيحتكم لأولئك. ഇപ്പോൾ ചില ആളുകൾ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ ചില പിഴച്ച കക്ഷികളിലേക്ക് ചേർത്തി പറയുന്നു, മുർജിയ പോലെയുള്ള കക്ഷികളിലേക്ക്. ഇത്തരം ആളുകളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള നസീഹത്ത് എന്താണ് ഇബ്നു ബാസ് പറഞ്ഞത് അറിയോ? شيخ محمد ناصر الدين الباني من إخواننا المعروفين المحدثين من أهل السنة والجماعة نسأل الله لنا وله التوفيق وليعرف كل خير. അദ്ദേഹം അറിയപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ആളാണ്. നമുക്കും അദ്ദേഹത്തിന് തൗഫീഖ് ലഭിക്കാൻ നാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല കാര്യത്തിലും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാ വാജിബ് അലാ കുല്ലി മുസ്ലിമിൻ അൻ യത്തഖി അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിമിന്റെ പേരിൽ നിർബന്ധമാണ്. ഉലമാക്കളെ കുറിച്ച് സംസാരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ മുറാഖബത്ത് അള്ളാഹു കാണുന്നു എന്ന ബോധം അവർക്കുണ്ടായിരിക്കട്ടെ. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എന്നാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു, അദ്ദേഹത്തെ ചീത്ത പറയൽ ജായിസല്ല, വല ദമ്മുഹു അദ്ദേഹത്തെ ആക്ഷേപിക്കൽ ജായിസല്ല, വല ഗീബത്തുഹു അദ്ദേഹത്തെ ഗീബത്ത് പറയൽ ജായിസല്ല, ബലിൽ മശ്റൂഅ് അദ്ദുആഉ ലഹു ബിൽ മസീദി മിന തൗഫീഖ് വസലാഹി നിയ്യ വൽ അമൽ. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ സഹായം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നിയ്യത്തും അമലും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശരീഅത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതാണ് കണ്ടോ? അപ്പൊ ശൈഖ് അൽബാനി ചീത്ത പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യല്ല, കുറച്ചത് പറയട്ടെ, കിട്ടേണ്ടതിന് അയാൾക്ക് എന്ന നിലക്ക് ഉണ്ടാതിരിക്കല്ല അവരും ചെയ്തത്, അവർക്ക് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീനോട് അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു, യഖൂൽ അൽബാനി ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഖൗലുഹു ഫീ മസായിൽ ഈമാൻ ഖൗലുൽ മുർജിഅ.
ഈമാനിന്റെ മസലകളിൽ മുർജിയാക്കളുടെ അഭിപ്രായമാണ് ഷെയ്ഖ് അൽബാനിക്കുള്ളത് എന്ന് ചിലർ പറയുന്നു. ഫമാ ഖൗലു ഫളീത്തുകും ഫീ ദാലിക്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഷെയ്ഖ് ഉസൈമീനോട് ചോദിക്കാണ്. അദ്ദേഹം പറഞ്ഞെന്താറിയോ, അൽ അൽബാനി റഹിമഹുല്ലാഹ് ആലിമുൻ മുഹദ്ദിസുൻ ഫഖീഹുൻ. ഷെയ്ഖ് അൽബാനി പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, ഫിഖ്ഹി പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. വഇൻ കാന മുഹദ്ദിസൻ അഖ്വ മിൻ ഫഖീഹൻ, മുഹദ്ദിസാണെങ്കിൽ അതിനേക്കാളേറെ വലിയ ശക്തനായ ഫഖീഹാണ് അദ്ദേഹം. വലാ ഇൽമു ലഹു കലാമിയത്തുൽ ഇർജാഇ അബദാ, അദ്ദേഹത്തിന് ഇർജാ ആരോപിക്കാൻ പറ്റിയ ഒരു വാക്കും എനിക്കറിയുകയില്ല. ആ കോക്കസിനെ സൂക്ഷിക്കണം. അബ്ദുൽ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് വെച്ചിട്ട് പറയാം. وأنا أشهد للشيخ الألباني رحمه الله بالاستقامة وسلامة المعتقد وحسن القصد. ഷെയ്ഖ് അൽബാനി ശരിയായ നിലപാടുള്ള ആളാണ്, ശരിയായ അഖീദയുള്ള ആളാണ്, ശരിയായ ഉദ്ദേശമുള്ള ആളാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വലാകിൻ മഅ ദാലിക ലാ നഖൂലു ഇന്നഹു ലാ യുഖ്തി, പക്ഷേ അത് തെറ്റുപറ്റില്ല എന്ന് നമ്മൾ പറയില്ല. لأنه لا أحد معصوم إلا الرسول عليه الصلاة والسلام, റസൂൽ അല്ലാതെ മറ്റാരും മാസൂമായിട്ടില്ല. വമൻ റമ ഷെയ്ഖ് അൽബാനി ബിൽഇർജാ, ആരെങ്കിലും ഷെയ്ഖ് അൽബാനി ഇർജാ ആരോപിക്കുന്നുവെങ്കിൽ ഫഖദ് അഖ്തഅ, അവൻ പിഴച്ചു പോയിരിക്കുന്നു. ഇമ്മ അന്നഹു ലാ യഅരിഫുൽ അൽബാനി, ഒന്നുകിൽ അവൻ അൽബാനിയെ മനസ്സിലായിട്ടില്ല. വഅമ്മ അന്നഹു ലാ യഅരിഫുൽ ഇർജാ, അല്ലെങ്കിൽ ഇർജാ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി എന്താ വേണ്ടത്? ഓൻ ഒന്നുകിൽ അൽബാനി ആരാന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇർജാ എന്താണെന്ന് അറിയില്ല. ഷെയ്ഖ് അൽബാനി ഇർജാ ആരോപിക്കുന്നു. അൽ അൽബാനി റജുലുൻ മിൻ അഹ്ലി സുന്ന റഹിമഹുല്ലാഹ് മുദാഫിഅൻ അൻഹാ ഇമാമുൻ ഫിൽ ഹദീസ്. അതോ ഞാൻ നേരത്തെ വായിച്ചു തന്നെയാണ്. ലാകിന്ന ബഅദ الناس الرجل رحمه الله نعرفه من كتبه, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നമുക്കറിയാം. വഅരിഫുഹു മുജാലസ അഹ്യാന, ചിലപ്പോൾ അദ്ദേഹവുമായി കൂടിയിരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ട്. സലഫിയൽ അഖീദ, സലഫി അഖീദയുള്ള ആളാണ് അദ്ദേഹം, മുർജിയല്ല. സലീമൽ മൻഹജ്, അദ്ദേഹത്തിന്റെ മൻഹജ് വളരെ അന്യൂനമാണ്, കുറ്റമറ്റ മൻഹജുള്ള ആളാണ്. ലാകിന്ന ബഅദ الناس يريد ان يكفر عباد الله بما لم يكفرهم الله به, പക്ഷെ ചില മനുഷ്യന്മാര് അള്ളാഹുവിന്റെ അടിമകളെ കാഫിറാക്കാൻ ഉദ്ദേശിക്കാണ്. അള്ളാഹു പോലും അവരെ കാഫിറാക്കാത്ത വിഷയം പറഞ്ഞിട്ട് ثم يدعي, എന്നിട്ട് അയാൾ വാദിക്കുന്നു അന്ന മൻ ഖാലഫഹു ഫി ഹാദ തക്ഫീർ ഫഹുവ മുർജിഉൻ, ഇയാളുടെ ഈ തക്ഫീർ വാദത്തിൽ ആരെങ്കിലും അദ്ദേഹത്തോട് യോജിച്ചില്ലേ അവനൊക്കെ മുർജിയാണ്. കദിബൻ വസൂറൻ വബുഹ്താന, കളവായിക്കൊണ്ട്, അന്യായമായിക്കൊണ്ട്, അതുപോലെ തന്നെ ദുരാരോപണമായിക്കൊണ്ട് അദ്ദേഹം മുർജിയാണെന്ന് പറയുന്നു. ലിദാലിക ലാ തസ്മഅ ലിഹാദൽ ഖൗൽ മിൻ അയ്യി ഇൻസാനിൻ സദർ, ഈ വാക്കാരിൽ നിന്ന് വന്നാലും അതിൽ നീ ചെവി കൊടുക്കാൻ പാടില്ല, അത് കേൾക്കാൻ പാടില്ല. ثم قال رحمه الله هذا ما ندين الله به ونشهده على محبته, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദീനായി ആചരിക്കുന്നത് ഇതാണ് നമ്മുടെ നിലപാട്. അദ്ദേഹത്തിന്റെ മഹബത്ത് നമുക്ക് സാക്ഷ്യം ഇതാണ്. എന്റെ ഈ ഫത്വ നീ പ്രചരിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ വേണോ വല്ലതും? ആരാ പറഞ്ഞത്? അല്ലാമ സാലിഹ് ഹുസൈമിനാ പറഞ്ഞത്. ഇതുപോലെ സാലിഹ് ലുഹൈദാനോട് ചോദിച്ചു, ഇന്ത ശറഫിൽ ആഖിറത്തിൽ അഖീറ മിൻ അൽബാബ് സാലിഹ് ശൈഖ് മുഹദ്ദിസ് അൽബാനി قوته بالإرجاء ورد بعقيدة الجهم وأخذ بعضهم يرتحل أهل العلم بذلك فما نصيحتكم جزاكم الله خيرا. സാലിഹ് ലുഹൈദാൻ എന്ന് പറഞ്ഞ സൗദിയിൽ അറിയപ്പെട്ടൊരു പണ്ഡിതനാണ്. ഈ അടുത്ത കാലത്തായി ചില ആളുകൾ ഷെയ്ഖ് അൽബാനിയെ ഇർജാവ് ആരോപിക്കുകയും ജഹ്മികളുടെ അഖീദയുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്, അത് വെച്ചിട്ട് പണ്ഡിതന്മാരെ പരീക്ഷിക്കുന്നുണ്ട് പല ആളുകളും. എന്താണ് കൊടുക്കാനുള്ള നസീഹത്ത്? നസീഹത്തി ലിമൻ യഖൂലു ഫീ ഹാദൽ അംരി അൻ യത്തഖി അല്ലാഹ്, എനിക്ക് ഈ ആളുകളോട് പറയാൻ അവർ അള്ളാഹനെ സൂക്ഷിക്കട്ടെ എന്നാണ്. ജല്ല വഅല യഖുഫു അൻഹു, ഈ പണി ഒരു നിർത്തട്ടെ എന്നാണ് അവരോട് പറയേണ്ടത്. അവലൻ അന്ന റജുല മാത് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ ചേർത്ത് അഫ്ളാഇല മഖത്തം, അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു. വലഹില്ലാഹിയ യബ്തഗി ഫഖറസിമാ സനുഖദ്ദിം, നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മൾ നാളെ കൊണ്ട് എന്താ ഒരുക്കി വെച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒമാ തൗഫീഖും അലൈഹി വൽ അമാൽ, ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വന്നത്തഖിയല്ല, അള്ളാഹനെ സൂക്ഷിക്കണം നമ്മളെല്ലാം. ഇത്തരം വിഷയങ്ങൾ കുത്തിപ്പൊക്കുക എന്നത് സംശയം വേണ്ട, അദ്ദേഹം ഹദീസിനെ സഹായിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട, അതായത് സ്തുത്യർഹമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വസ്തഖലഫിൽ മദീനത്തിൽ ജാമിഅത്തുൽ ഇസ്ലാമിയ അയ്യാമ തവല്ലി അംരിഹാ മിൻ ഖബലി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഅ ഇസ്ലാമിയയുടെ
ഭരണസാരഥ്യത്തിലുള്ള സമയത്താണ് അദ്ദേഹത്തെ അധ്യാപകനായി അങ്ങോട്ട് ക്ഷണിച്ചത്. ഒരിക്കലും അദ്ദേഹത്തെ ആരോപിച്ചിട്ടില്ല. അദ്ദേഹം തെഹ്മിയാണെന്ന് പറഞ്ഞിട്ടില്ല. മദീനയിലുള്ളൊരു സാലിബിൽ നിന്ന് പോലും അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഒരാളും അദ്ദേഹത്തെ ആക്ഷേപിച്ച് കയറിയല്ലോ. ഇങ്ങനെ എത്രയാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്, എത്ര പണ്ഡിതന്മാരാ പറഞ്ഞത്. ഇതൊക്കെ അഹ്ലുൽ സാക്ഷ്യപത്രങ്ങളാണ്. എന്നിട്ട് ചില ആളുകൾ വാട്സപ്പ് കയറി സംസാരിക്കുക. എന്തിന്? ഷേഖ് അൽബാനിക്ക് കേരളത്തിലുള്ള കേരള മുസ്ലിമീങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് സലഫികൾ എല്ലാ വിഭാഗത്തിനിടയിലും ഉള്ള മതിപ്പ് ഇല്ലാതാക്കുക. ആ ഒരു മഹത്തായ സേവനം എന്നെ കൊണ്ടാ കേരളത്തിലുണ്ടായാലും വരുത്തി ആളാകുക. എന്നിട്ട് അതിന് ചില ആളുകൾ ചൂട്ടുപിടിച്ചു കൊടുക്കുക. ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകിട്ട്. ഇനിയും ഒരുപാട് സംഗതികൾ ഈ വിഷയത്തിൽ പറയാൻ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ സമയമില്ല. സാലിഹ് സുഹൈമി പറഞ്ഞത്, സാലിഹുൽ ഉബൈലാൻ, നമ്മൾ നേരത്തെ ഇവിടെ മൻഹജ് സലഫി തർബിയത്തി വൽ ഇസ്ലാം എന്നുള്ളൊരു ഗ്രന്ഥം, 53 ഖാഇദകളുടെ ഒരു ഗ്രന്ഥം നമ്മളിവിടെ വായിച്ചിരുന്നു, പല സ്ഥലത്തും വായിച്ചു. ആ സാലിഹുൽ ഉബൈലാൻ പറഞ്ഞിട്ടുണ്ടായോ, അബ്ദുൽ ലത്തീഫ് ഖാസമിയിൽ അദ്ദേഹം ഒരു താലിബിൽ നിന്ന് പോലും അല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പത്യമൊക്കെ വായിക്കാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ വായിക്കാൻ വേണ്ടി വന്നാൽ. മാത്രമല്ല, പ്രമുഖരായ സമകാലികരായ എത്രയെത്ര പണ്ഡിതന്മാർ ഷേഖ് അൽബാനിയുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഷേഖിനെ സംബന്ധിച്ച്? ഞാൻ അവരുടെ ആളുകളുടെ പേര് പറയാം. അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി ഷേഖ് അൽബാനിയുടെ സമകാലികനാണ്. ഷേഖ് അല്ലാമ മുഹമ്മദ് ബിൻ ഇബ്രാഹിം, ഷേഖ് അല്ലാമ മുഹമ്മദ് അമീൻ അൽ-ശംഖീതി, ഷേഖ് അല്ലാമ അബ്ദുല്ലാഹി ബിൻ ഹുദൈഫ്, ഷേഖ് അല്ലാമ അബ്ദുൽ അസീസ് ബിൻ ബാസ്, ഷേഖ് അല്ലാമ സാലിഹ് ബിൻ ഉസൈമീൻ, ഷേഖ് ഹമൂദ് തുവൈജിരി, ഷേഖ് അബ്ദുൽ മഹ്സൻ അബ്ബാസ്, ഷേഖ് ഹമ്മാദ് അൽ-അൻസാരി, ഇതുപോലുള്ള അമാനുൽ ജാമി, ദക്തൂർ റബീ അഹ്മദ് ഖലീൽ, ദക്തൂർ അലി നാസിർ ഫഖീഹി, ദക്തൂർ അഹ്മദ് ബിൻ ഹത്തി അൽ-ഗാമിദി, ദക്തൂർ സാലിഹ് ബിൻ സഅദ് സുഹൈമി. അതുപോലെ പിന്നെ എടുത്തു പറയുന്ന ഒരുപാട് ആളുകൾ ജാമിഅ ഇസ്ലാമിയിലും മുഹമ്മദ് സൗദിലൊക്കെ പഠിപ്പിക്കുന്ന, ഉമ്മുൽ പഠിപ്പിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ, ദക്തൂർമാർ, എത്ര പണ്ഡിതന്മാർ സലഫി ലോകത്തിന്. അവരാരെങ്കിലും ഷേഖ് അൽബാനി തെരഞ്ഞാരോപിച്ചോ? പിന്നുള്ളത് ഇഖ്വാനികളായ സഫറുൽ ഹവാനി, സൽമാൻ ലൗദി പോലുള്ള ആളുകളാണ്. അവരെ പിന്നാലെ പുതിയ തക്ഫീരികളും പിന്നാലെ വരും കൂടിക്കോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത്തരം ആളുകളെ ഒഴിവാക്കാനല്ലാതെ നമുക്ക് വേറൊന്നും ഈ വിഷയത്തിൽ ചെയ്യാനില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ എനിക്ക് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ 1-2 കാര്യം മാത്രം പറയാണ്. ഇപ്പൊ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് റുഖിയ ശർഈയുമായി ബന്ധപ്പെട്ട ചർച്ച ദേവാസമിക്കാൻ നിർത്തിയാൽ ഇപ്പൊ വെറും നിർത്തി. അങ്ങനെ നിർത്തിയെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ തിരുത്തിക്കാളി. നമ്മൾ നിർത്തിയിട്ടില്ല, നിർത്തൂല്ല. കഴിഞ്ഞ ദൗറയിൽ പോലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ലജ്ന ദായിമയുടെ കുറെ ഫത്വകൾ വായിച്ചിട്ടുണ്ട്. റുഖിയ ശർഈയ പഠിക്കലും പഠിപ്പിക്കലും അത് തുടർന്നുകൊണ്ട് തന്നെ പോകും. അതിൽ ചില മസലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ റുഖിയ ചെയ്യേണ്ട ഒരുപാട് രോഗികളുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കില്ല. അവരുടെ കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണാതിരിക്കുന്നില്ല. അതുകൊണ്ട് റുഖിയ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതിൽ പരിശീലനം കിട്ടിയ ആളുകൾ അത് മക്കൾക്ക് പഠിപ്പിക്കുകയും ചെയ്യും. ചില ആളുകളുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ നടക്കുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരാ ധാരണ തിരിച്ചാന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അത് നടക്കന്നെ ചെയ്യും. അതിലാർക്കും സംശയം വേണ്ട. ആരും തെറ്റിദ്ധാരണുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ 2 വിഷയങ്ങൾ റുഖിയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്. അത് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം സമയം ഇവിടെ 40 ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. സമയമുണ്ടെങ്കിൽ ഇപ്പോൾ റമളാൻ മാസമായിട്ട് ഇത്തരം വിഷയങ്ങളെല്ലാം നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടും തഫ്സീറുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇരിക്കേണ്ട സമയമാണ്. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് പലപ്പോഴും സമയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആൻ ഓതാൻ പഠിക്കുക, അർത്ഥം പഠിക്കുക. അങ്ങനെ ഖുർആനിന്റെ ആശയം നമ്മൾ ശരിക്കും പഠിക്കുക. ഖുർആനിന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്ത് പഠിക്കുക. അതിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അനാവശ്യമായ ഇത്തരം ചർച്ചകളിലേക്ക് പോയി നമ്മുടെ ആഖിറ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ സൂക്ഷിക്കണം എന്ന് നമ്മുടെ സുഹൃത്തുക്കളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഞായറാഴ്ച ജൂൺ 28 ളുഹർ മുതൽ കോഴിക്കോട് MSS ഹാളിൽ വെച്ച് അബ്ദുറൌഫ് നദ്വി, ശംസുദ്ദീൻ ബാലത്ത്, മുഹ്സിൻ ഐദീൻ തുടങ്ങിയ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ട് മജ്ലിസുൽ ഇൽമ് നടക്കുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം
അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് വെറുപ്പാണെങ്കിലും ശരി. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യദീനും കൊണ്ട് തന്റെ റസൂലിനെ അയച്ചത് അള്ളാഹുവാണ്. എന്തിനു വേണ്ടി? ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി, എല്ലാ മതങ്ങൾക്കുപരിയായി ഈ മതത്തെ ഉയർത്തിക്കാട്ടുവാൻ, പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾക്ക് അത് ഇഷ്ടമില്ലെങ്കിലും. ഈ ആയത്താണ് നമുക്കുള്ള പ്രേരണ. ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നിന്ന് വരുന്ന ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കുമ്പോൾ നമുക്കുള്ള ശക്തി അത് മാത്രമാണ്, വേറൊരു ശക്തി നമുക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഖുർബാനാണ്, ഒറ്റപ്പെട്ടവരാണ്, യാതൊരു സംശയമല്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ അഹ്ലുസുന്നത്തിനു വേണ്ടിയും അഹ്ലുസുന്നത്തിന് വിലവാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരും നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അറിവില്ലാതെ തെറ്റുപറ്റിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരത് തിരുത്തട്ടെ, അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവരവരെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിവില്ലാതെ കടന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി പെരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.